എന്നിട്ട് നിങ്ങൾ പിന്നെ എന്താണ് വിരോധിക്കുകയാണ്, ഞങ്ങൾ ഇതിനെതിരെയാണ് എന്നാണ്. ഇത് മാധ്യമമാണ്, മാധ്യമം പത്രമാണ്. മർക്കസ് 33ന്റെ നിറവിൽ PR അല്ലേ, PR-ലൂടെയാണ് ഈ രൂപത്തിലുള്ള കള്ളക്കച്ചവടം നടത്തുന്നത് എന്ന് അതിനുവേണ്ടി ഉപയോഗിച്ച പത്രമാധ്യമം അറിയോ? ദാ ചിരിച്ചുകൊണ്ടിരിക്കുന്ന മഹാൻ, മതക്കച്ചവടക്കാരൻ, ചിരിച്ചുകൊണ്ടിരിക്കുന്ന മഹാൻ. ആ മഹാന്റെ ഫോട്ടോ കൊടുത്തിട്ടാ പറഞ്ഞത് എന്തൊക്കെ മദ്ഹ, സുബ്ഹാനല്ലാഹ്. ഇനി ഈ മദ്ഹ് വായിച്ചാലുണ്ടോ തീരുന്നു. എത്രയാ പറയണത്? 1975 വിശ്വോത്തര പണ്ഡിതൻ സയ്യിദ് മുഹമ്മദ് അലവി മാലിക്കി മക്കയുടെ വിശുദ്ധ കരങ്ങൾ കൊണ്ട് മർക്കസിന് ശിലപാകുമ്പോൾ പണ്ട് ശ്രേഷ്ഠൻ കാന്തപുരത്തിന്റെ സ്മൃതിപഥത്തിൽ തെളിഞ്ഞു നിന്നതും ഖുർആൻ വിവക്ഷിച്ച പ്രവാചക ദൗത്യങ്ങളുടെ നിറവാർന്ന സ്വപ്നമായിരുന്നു. കണ്ടോ? ഇതിന് നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഈ മർക്കസിന് തുടക്കം കുറിക്കുമ്പോൾ ഖുർആന്റെ അധ്യാപനങ്ങളും പ്രവാചകന്റെ ആ ചിന്തകളുമായിരുന്നു സ്മൃതിപഥത്തിൽ തെളിഞ്ഞു നിന്നത് എന്നാണ്. എന്റെ സമുദായത്തിലെ പണ്ഡിതന്മാർ ബനു ഇസ്രായേലർക്ക് നിയോഗിച്ച പ്രവാചകന്മാർക്ക് തുല്യമാണെന്ന തിരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം ഇവിടെ സ്മർത്യവ്യമാണ്. കണ്ടോ? കാന്തപുരത്തിന്റെ മദ്ഹ് എഴുതാൻ വേണ്ടിയിട്ട് പിന്നെ മാധ്യമം നീക്കി വെച്ച പേജായി കാണുന്നത്. അപ്പൊ ചിലപ്പോ ജമാഅത്തെ ഇസ്ലാമിക്കാരെ പറയും അത് മൗലവി മാധ്യമമാണ്, അവിടെ ഞങ്ങൾക്ക് ഇസ്ലാം ദീനും ഒന്നുമില്ല. നിങ്ങൾ വിചാരിക്കണ പോലല്ല, അത് മാധ്യമമാണ്. രാഷ്ട്രീയത്തിൽ ദീനുണ്ടോ ഇല്ലേ, രാഷ്ട്രീയം ദീനിന്റെ ഭാഗമാണോ അല്ലേ, ആ രൂപത്തിലെ ചർച്ച. ഇത് പത്രമാണ്, ഞങ്ങൾ നടത്തുന്ന പത്രമാണ്. അവിടെ ദീനും അതൊക്കെ വേറെയാണ്, ദീനും ദുനിയാവൊക്കെ അവിടെ ഞങ്ങൾക്ക് രണ്ടാണ്, ഇവിടെ ദീനൊന്നും നോക്കാൻ പറ്റൂല എന്നായിരിക്കും. എന്നാ ഇതെന്താ? ഇത് പ്രബോധനമാണ്. ഇവിടെ ആത്മീയ കള്ളക്കച്ചവടക്കാരൻ ആ കള്ളക്കച്ചവടക്കാർക്കെതിരെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് കളവ് പറഞ്ഞ സഹോദരൻ. നിങ്ങൾ എന്തിനാ ഈ കളവ് പറയാൻ നിൽക്കുന്നത്? നിങ്ങൾ പറയണേ ഞങ്ങളൊക്കെ ഒന്നാണ്, ഒരു മെയ്യാണ്. ഒരു മെയ്യാണെങ്കിലും മനസ്സൊന്നാണെന്നൊക്കെയല്ലേ പറയേണ്ടത്. ഞങ്ങളുടെ പ്രവർത്തനം ഒന്നാണെന്നല്ലേ പറയേണ്ടത്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ 2 സമ്മേളനങ്ങൾ ഈ മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലുമായി നടന്നു. ഒന്ന് മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ് നടത്തിയ ഐതിഹാസികമായ വിദ്യാർത്ഥി സമ്മേളനമാണ്. മറ്റൊന്ന് മർക്കസ് സമ്മേളനമാണ്. ഈ 2 സമ്മേളനങ്ങളെ വിശദീകരിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു ലേഖകനുണ്ട്, സി ദാവൂദ്. അദ്ദേഹത്തിന്റെ മഹത്വം, അദ്ദേഹത്തിന്റെ പോരിശ് എന്താന്ന് ചോദിച്ചാല്, ഒരിക്കൽ അദ്ദേഹം റമളാൻ മാസത്തിൽ ഒരു പ്രശ്നം ഉണ്ടായി. എന്താന്ന് വെച്ചാല് വലിയൊരു പ്രശ്നം. ആ പ്രശ്നം എന്താന്ന് വെച്ചാല് ഫിലിം ഫെസ്റ്റിവൽ തുടങ്ങാൻ സമയമായി. ആ സമയത്ത് തന്നെ തറാവീഹ് നിസ്കാരം തുടങ്ങി. എന്താ ചെയ്യേണ്ടത്? വല്ലാത്തൊരു ഇഷ്കാലായി. ജമാഅത്ത് അത് തറാവീഹ് നമസ്കാരം തുടങ്ങാനായി, ഇപ്പുറത്ത് ഫിലിം ഫെസ്റ്റിവൽ തുടങ്ങാൻ സമയമായി. അപ്പൊ എന്താ ചെയ്യണമെന്ന് ആലോചിച്ച് നിന്ന് സുബ്ഹാനല്ലാഹ് ഒരു തീരുമാനം, ഇസ്തിഖാറത്തിന്റെ റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചോ ഇല്ല നമുക്ക് അറിഞ്ഞൂടാ. ഏതായിരുന്നാലും അങ്ങനെ ഒരു തീരുമാനം എടുത്തു വന്നപ്പോ എന്താ കിട്ടിയെന്നറിയോ? തൽക്കാലം തറാവീഹ് അവിടെ നിൽക്കട്ടെ, സിനിമ കഴിഞ്ഞ് ബാക്കി. കേട്ടോ, സിനിമ കഴിഞ്ഞ് ബാക്കി എന്ന് തീരുമാനിച്ചുവെന്ന് അഭിമാനത്തോടെ എഴുതി വെച്ച അത്രയും വിശാലവും അത്രയും പരലോകബോധവും അത്രയും ദീനീബോധവും ഒക്കെയുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ എഴുത്തുകാരനായ സി ദാവൂദ് സാഹിബ് അദ്ദേഹം എഴുതിയ ലേഖനം. ആ ലേഖനത്തിൽ മുജാഹിദിന്റെ സമ്മേളനം എന്ന് പറഞ്ഞാൽ അതിന്റെ സ്റ്റേജിൽ നോക്കുമ്പോ വിദ്യാർത്ഥി സമ്മേളനം എന്ന് പറഞ്ഞിട്ട് കുറെ വയസ്സന്മാരാണുള്ളത്, കുറെ താടി നരച്ച മനുഷ്യന്മാരാണ് സ്റ്റേജിലുള്ളത്. മുജാഹിദിന്റെ സമ്മേളനത്തിന്റെ സ്റ്റേജ് കുറെ താടി നരച്ച മനുഷ്യന്മാർ, വിദ്യാർത്ഥി സമ്മേളനം എന്ന് പറഞ്ഞിട്ട് മാത്രം വരണ്ട ചർച്ചകൾ. അവിടെ ഒന്നും കാര്യമായ ചർച്ചയൊന്നുമില്ല, വരണ്ട ചർച്ചകളാണ് എല്ലാം. കേട്ടോ, നിങ്ങൾ നോക്കണം, ഞങ്ങള് SIOവിന്റെ സൈറ്റിൽ കയറിയിട്ട് അവരുടെ വിദ്യാർത്ഥി സമ്മേളനങ്ങളുടെ ഒരുപാട് ഫോട്ടോ നിങ്ങളും ചെക്ക് ചെയ്താൽ കാണാം. എത്ര ചെറുപ്പക്കാരവിടെ ഇരിക്കുന്നുണ്ട്. ഈ ജമാഅത്തെ ഇസ്ലാമിയിലെ ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ ഈ താടി നരച്ചവരാണോ ചെറുപ്പക്കാര്? ചെറുപ്പക്കാർക്ക് താടി നര വന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ പരിശോധിക്കണം. അങ്ങനെ ഒന്നും ഞങ്ങൾ പോളില്ല. ഇങ്ങനെ വേണമെങ്കിൽ സ്ക്രീനിൽ 1, 2, 3 ഇടാം. അതൊന്നും ഞാൻ ഇടണില്ല, അതൊന്നും ഞാൻ ചെയ്യണില്ല. കാര്യം വെച്ചാല് ഇതിപ്പോന്ന് വെച്ചാൽ സംഗതി ജമാഅത്തുകാരാണെങ്കിലും നമുക്ക് അവർ മാനസികമായ എല്ലാ പരിഗണനയും അവർക്കുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്കാരോട് ഇത് പറയുമ്പോൾ ഒരിക്കലും ദേഷ്യം പിടിക്കാൻ പാടില്ല. നിങ്ങളോടുള്ള ദേഷ്യമല്ല, നിങ്ങൾ കൊണ്ടു നടക്കുന്ന, നിങ്ങൾ പേറുന്ന ആദർശത്തിന്റെ വൈകല്യങ്ങൾ ഞങ്ങൾ തുറന്നു കാണിക്കുകയാണ്. നിങ്ങൾ അത് വലിച്ചെറിയണം. എന്നിട്ട് നിങ്ങൾ ഈ സലഫി മാർഗത്തിൽ അണിചേരണം. ഈ തൗഹീദിന് വേണ്ടി നിങ്ങളുടെ ഊർജ്ജം മാറ്റിവെക്കണം. ഇസ്ലാമികമായ ആദർശങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ ഊർജ്ജം മാറ്റിവെക്കണം. ഈ വിദണ്ഡവാദം നിങ്ങൾ വലിച്ചെറിയണം. അതിനുവേണ്ടിയാണ് ഈ പറയുന്നത്. ഇനി കേട്ടോളൂ, അങ്ങനെ മുജാഹിദ് സമ്മേളനം എന്ന് പറഞ്ഞാൽ അത് മാറ്റി, അത് പറ്റൂല, അത് വരണ്ട ചർച്ച മാറി.
ഇനി അടുത്തത് എന്താ? മർക്കസ് സമ്മേളനത്തിന് മുന്നോടിയായി അതിന്റെ സാരഥികളിൽ ഒരാളായ ഡോക്ടർ AP അബ്ദുൽ ഹക്കീം അസ്ഹരി റിസാല വാരികയിൽ ഒരു അഭിമുഖം നടത്തിയിട്ടുണ്ട്. ആരാണ്? ഈ പറയുന്ന കള്ളക്കടത്തുകാരന്റെ മോന്. മനസ്സിലായോ? അള്ളാന്റെ റസൂലിന്റെ മുടി, ആ മുടി കച്ചവടം ചെയ്യാൻ ഇറങ്ങിത്തിരിച്ച കള്ളക്കച്ചവടം നടത്തുന്ന അള്ളാഹുവിന്റെ ദീൻ വിറ്റ് കാശാക്കുന്ന അങ്ങനെ ഒരു കച്ചവടക്കാരൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരാൾ സ്വർണം കടത്തിയാൽ ജയിലിനകത്ത അല്ലേ? അഴിമതി നടത്തിയാല് പ്രശ്നല്ലേ? മോഷ്ടിച്ചാൽ പ്രശ്നല്ലേ? ഇത് അള്ളാന്റെ മുറി, അള്ളാന്റെ റസൂലിന്റെ മുടിയാണെന്ന് പറഞ്ഞിട്ട് ആരുടെയോ മുടി കൊണ്ടുവന്ന് വെച്ച് അതിനൊരു സനതൊക്കെ ഉണ്ട് എന്ന് വരുത്തി. അപ്പോ 2 മുടിയാ, നേരത്തെ ഒരു മുടി ഉണ്ടായിരുന്നു. അപ്പൊ ആ മുടിയെ കുറിച്ച് ചർച്ചയില്ല, അത് എവിടുന്നോ കട്ടോണ്ട് വന്നതായിരുന്നു. അതേതോ ബാർബർ ഷാപ്പിൽ നിന്ന് കൊണ്ടു വെച്ചാ. അപ്പൊ അതിപ്പോ ചർച്ചയില്ല. ഇപ്പൊ വേറൊന്ന് ഹദ്റജി അവിടുന്ന് കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് വെച്ച മുടി, ആ മുടി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എത്ര ലക്ഷത്തിനാണ്? അതേ പ്രവാചക തിരുകേശമേനി ഗ്രാൻഡ് മോസ്കിൽ, രാജ്യത്തെ ഏറ്റവും വലിയ പള്ളി കോഴിക്കോട് നിർമ്മിക്കുന്നു. ഇന്ത്യയിൽ തന്നെ വലിയൊരു പള്ളിയൊക്കെ നിർമ്മിച്ച് അതിന് എത്രയോ കോടി രൂപയൊക്കെ ചെലവാക്കിയിട്ട് ഒരു വലിയ പള്ളി ഉണ്ടാക്കാൻ പോകുന്നു. ആ കള്ളക്കച്ചവടത്തിന് നേതൃത്വം നൽകുന്ന ആ മനുഷ്യന്റെ മകൻ നടത്തിയ ആ അഭിമുഖം വളരെ നന്നായിട്ടുണ്ട്. പുതിയ കാലത്ത് മർക്കസ് നിർവഹിക്കേണ്ട ദൗത്യം, മുന്നോട്ട് പോക്കൽ സ്വീകരിക്കേണ്ട രീതി, മുസ്ലിം സമൂഹത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ, ഇസ്ലാമിക വിദ്യാഭ്യാസത്തിന്റെ ഭാവി സാധ്യതകളും പരിമിതികളും, ഇങ്ങനെ ഒട്ടേറെ വിഷയങ്ങളെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. 2 സമ്മേളനമാണത്. അതിലൊന്നും മുജാഹിദ് സമ്മേളനം, അത് വരേണ്ടത്. എന്നാൽ മർക്കസ് സമ്മേളനം അത് ഉഷാറാണ്. നിങ്ങൾക്ക് വോട്ട് വേണമെങ്കിൽ അവർ തന്നോട്ടെ, നമുക്കൊരു പ്രശ്നമില്ല, നിങ്ങൾ മേടിച്ചോളൂ. മേടിച്ചോളൂ. എന്ത് വോട്ട് എവിടെയും ചെന്നിട്ട് എരന്ന് നിങ്ങൾ വോട്ട് വാങ്ങിക്കോളൂ. കാരണം നിങ്ങളുടെ വിധി അതാ, നിങ്ങളുടെ ദുർഗതി അതാ, അങ്ങനെ നടന്നോളൂ, ഒരു പ്രശ്നമില്ല. എന്നാൽ ഈ രൂപത്തിൽ ശിർക്ക് പ്രചരിപ്പിക്കുന്ന കുഫ്റിന് എല്ലാ നിലക്കുമുള്ള പ്രചാരം നൽകിക്കൊണ്ട് അള്ളാന്റെ ദീനിനെ പച്ചയായി നശിപ്പിക്കുന്ന ഒരാൾക്ക് വേണ്ടി പേനയുന്തണ്ടി വന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഗതികേട് എന്താ? മാന്യ സഹോദരങ്ങളെ, എന്തിനാ നിങ്ങൾ ഈ പ്രസ്ഥാനം വെച്ചുകൊണ്ടിരിക്കുന്നത്? പിരിച്ചുവിട്, എന്നിട്ട് വല്ല തോട്ടിലും ചാട്, കുടുക്ക്, നന്നായി വൃത്തിയാകും അല്ലേ? ഈ ശിർക്കിന്റെ വാഹകർക്ക് വേണ്ടി അവസാനം കേട്ടോളൂ. കേരള മുസ്ലിം സമൂഹത്തിൽ കാന്തപുരത്തിന്റെ സ്ഥാനവും പ്രസക്തിയും എന്താണ്? മുസ്ലിം സമൂഹത്തിലെ ശ്രദ്ധേയനായ ഒരു ജൈവിക നേതാവായി അദ്ദേഹം വളർന്നു വന്നതിന്റെ രസതന്ത്രം എന്താണ്? കണ്ടോ എന്തൊക്കെ ചോദ്യ? രസതന്ത്ര, കെമിസ്ട്രി, അതെന്താണ്? മാത്രല്ല പിന്നെന്താ? നവോത്ഥാന പ്രസ്ഥാനം എന്ന നിലയിൽ നിന്ന് കേവലമായൊരു മതയാഥാസ്ഥിക കക്ഷി എന്ന നിലയിലേക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പരിണാമം എങ്ങനെയോ കണ്ടോ? മുജാഹിദുകൾ നേരെ പരിണമിച്ച് താഴോട്ട് പോവാണ്. എന്നിത്യാദി കാര്യങ്ങൾ വിശദമായ സാമൂഹിക ശാസ്ത്ര വിശകലനങ്ങൾക്ക് വിധേയമാക്കേണ്ടതാണ്. അത് വിശദമായ വിശകലനത്തിന് വിധേയമാക്കേണ്ടതാണെന്ന് നിങ്ങൾ വിശകലനം ചെയ്ത് അവിടെ ഇരുന്നോ, ഒരു പ്രശ്നമില്ല. ഏതായിരുന്നാലും നിങ്ങളുടെ ലബോറട്ടറിയിൽ വന്ന് നിങ്ങളുടെ ആസിഡിന്റെ ഉള്ളിൽ മുങ്ങിയിട്ട് ഞങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റും ആവശ്യം ഇല്ല, ഒരു സർട്ടിഫിക്കറ്റും ഞങ്ങൾക്ക് ആവശ്യമില്ല. പക്ഷേ സദറുദ്ദീൻ മൗലവി ഇവിടെ പറഞ്ഞ കളവ് പൊളിക്കാൻ വേണ്ടിയാണ് ഇപ്പൊ ഇത്ര സൂചിപ്പിച്ചത്. മുടിക്കച്ചവടം എന്ന ആത്മീയ കച്ചവടത്തിനെതിരെ ആരോടാ നിങ്ങൾ ഈ പറയണത്? ഇതൊക്കെ പറഞ്ഞാൽ സദറുദ്ദീൻ മൗലവി നാളെ തന്നെ പറയും, ഒറ്റ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടില്ല. ഇതൊക്കെ ഞാനിത് മറുപടിയാകുന്നു എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റില്ലല്ലോ. ഇങ്ങനെയൊക്കെ മറുപടി പറയല് ഈ സദറുദ്ദീൻ മൗലവി എന്താ വിചാരിച്ചത്? മൂപ്പരിങ്ങനെ 1 ഇസ്ലാം കാര്യം എത്ര 5 ആകുന്നു, ഈമാൻ കാര്യങ്ങൾ എത്ര 6 ആകുന്നു, ഇങ്ങനെ അത് കുട്ടികൾ ചോദിക്കുമ്പോ ഉത്തരം പറയാ. ഈമാൻ കാര്യം, ഇസ്ലാം കാര്യം അങ്ങനെയൊക്കെ ചോദിക്കുക. ഇത് നിങ്ങൾ പറയുന്ന വാദത്തിനുള്ള മറുപടിയാണ്. ഇനി നിങ്ങൾ അല്ലാഹുവിന്റെ ദീനിനെ പരിഹരിച്ച എങ്ങനെയാണെന്നറിയോ? ഇവിടെ ഈ കുനിയിലടക്കം സദറുദ്ദീൻ മൗലവി അള്ളാന്റെ ദീനിനെ പരിഹരിച്ച് എങ്ങനെയാണെന്നറിയോ? കേട്ടോളൂ. അതാണ് അത്തഹിയ്യാത്തിൽ വിരലനക്കുക, താടിയുടെ നീളം, ദുആയിൽ കൈ ഉയർത്തുക. എന്ത് ഇത്തരം വിഷയങ്ങളൊക്കെ പ്രധാനപ്പെട്ട മതപരമായ ചർച്ചകളായി. വൈക്കം മുഹമ്മദ് ബഷീർ മുമ്പ് രോമമതം എന്ന് വിളിച്ചിട്ടുണ്ട് ഒരു വിഭാഗത്തെ. രോമമതം ആ അവസ്ഥയിലേക്ക് പോയി. താടി കത്തിരിക്കാൻ പാടില്ല എന്നപ്പ പറയുന്നത്. ഒരു മുജാഹിദ് സുഹൃത്തിനെ, ഒരു പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു സുഹൃത്തിനെ കോഴിക്കോട്ട് ഒരു പുസ്തകമേളയിൽ വെച്ച് കണ്ടു. അവൻ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചു. അപ്പോൾ അവൻ്റെ താടിയിൽ 4-5 രോമങ്ങൾ ഇങ്ങനെ നീണ്ടു നിൽക്കണം. പ്ലസ് ടുവിന് പഠിക്കുക. അപ്പം ഞാൻ ചോദിച്ചു, ഇതെന്താ ഒരു 5-6 എണ്ണം മാത്രം ഇങ്ങനെ കാണുന്നു? അത് താടി രോമം വരാൻ തുടങ്ങിയാൽ പിന്നെ കത്തിരിക്കാൻ പാടില്ല. ഞാൻ ചോദിച്ചു, അത് താടി ശരിക്കൊന്ന് വരാൻ തുടങ്ങിയിട്ട് പോരെ? താടിയിൽ ഒരു രോമം മുളച്ചാൽ അതങ്ങനെ തന്നെ വിടണം. ഞാൻ വളരെ പതുക്കെ ചോദിച്ചു,
അത് ഉറക്കെ ആയി പോകുന്നത് ഈ മൈക്കിലായതുകൊണ്ടാണ്, എന്നോട് ക്ഷമിക്കുക. നിങ്ങൾ ടി.പി. അബ്ദുള്ള കോയ മദനി, ബഹുമാന്യനായ ടി.പി. അബ്ദുള്ള കോയ മദനിയെ കുറിച്ച് അപ്പോൾ നിങ്ങൾ എന്താ പറയാ? ഇവന് മറുപടിയില്ല. കുറച്ചു നേരം പരിങ്ങിയിട്ട് പറഞ്ഞു, ഞങ്ങൾ വളരെ വൈകാതെ അദ്ദേഹത്തെ പുറത്താക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇത് വൈക്കം മുഹമ്മദ് ബഷീർ വളരെ മനോഹരമായിട്ടാണ് ഇത്തരം ചർച്ചകളെ രോമമതം എന്ന് പറഞ്ഞത്. കണ്ടോ, രോമമതാണ് പോലും. ആ പാളയിമാമിന്റെ ഫോട്ടോ ഒക്കെ ഇങ്ങനെ ഇട്ടിട്ട് രോമമതാണോ ഇതെന്ന് ചോദിക്കാൻ പാടെങ്കിൽ അല്ലേ? ഞങ്ങൾ ചോദിക്കൂല. ഞങ്ങൾ ആ രംഗത്ത് അദ്ദേഹം എന്താണ് നല്ല ഇസ്ലാമികത്വം നിലനിർത്തുന്നുണ്ട്. അത് അൽഹംദുലില്ലാ അദ്ദേഹം മരിക്കണവരെ നിലനിർത്താനുള്ള തൗഫീഖ് നൽകട്ടെ. ബാക്കിയുള്ള ശിർക്ക് ഖുറാഫാത്ത് അതിൽ നിന്നൊക്കെ അള്ളാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തു മാറാട്ടെ. അത് നമ്മുടെ പ്രാർത്ഥന. രോമമതം നിങ്ങൾ ഉസ്മാൻ ഗഫാർ റളിയല്ലാഹു അൻഹു കണ്ടാൽ എന്താ പറയാ? രോമമതം. വൈക്കം മുഹമ്മദ് ബഷീർ താടി വെച്ചതിനെ കുറിച്ചാണ് രോമമതം എന്ന് പറഞ്ഞത്? ആണോ? അല്ല. ആ പണ്ട് ഫിഖിന്റെ മസാല, അത് ഇവിടുന്ന് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഫിഖിന്റെ മസാല, കൈയിന്റെ വെള്ളയിൽ രോമം വന്നാല് അതിങ്ങനെ വളർന്നു നീണ്ടാല് ഉദു എടുക്കുമ്പോൾ അന്നേറ്റം വരെ തടങ്ങണം. അതാണ് രോമമതം എന്ന് ബഷീർ ഉദ്ദേശിച്ചത്. അല്ല, താടി വെക്കുന്നതിനെ കുറിച്ചാണോ ബഷീർ രോമമതം എന്ന് പറഞ്ഞത്? ഇനി താടി വെക്കുന്നത് എന്താ? നിങ്ങൾ പഠിച്ച സാമ്രാജ്യത്വമല്ല, ദീൻ പഠിപ്പിച്ച സാമ്രാജ്യത്വം. ആ വിരോധം, സാമ്രാജ്യത്വ വിരോധം എന്ന് പറഞ്ഞാല് നിങ്ങൾ വിചാരിച്ച നിങ്ങൾ ആ സാമ്രാജ്യത്വത്തിന്റെ വിധി നടപ്പാക്കാൻ വേണ്ടി സാമ്രാജ്യത്വത്തിന്റെ ബ്ലേഡ് ഉപയോഗിക്കണോ നാടൻ ബ്ലേഡ് ഉപയോഗിക്കണോ എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് തർക്കമുള്ളൂ. സാമ്രാജ്യത്വം അപ്പോഴും നിങ്ങൾ സ്വീകരിക്കാണ്. ഖുർആൻ പറഞ്ഞല്ലോ, വലം തർലാങ്കൽ യഹൂദു വലൻ നസാറ ഹത്താ തത്തബിഅ മില്ലതഹും. ഓ നബിയെ, താങ്കളെ കൊണ്ടൊരിക്കലും യഹൂദ നസറാക്കൾ അഥവാ സാമ്രാജ്യത്വ ശക്തികൾ തൃപ്തിയാവുകയില്ല, താങ്കൾ അവരുടെ മാർഗം സ്വീകരിക്കുന്നത് വരെ. അവരുടെ സോപ്പ് ഉപയോഗിക്കുന്നതിനേക്കാൾ, കത്തി ഉപയോഗിക്കുന്നതിനേക്കാൾ, അവരുടെ വാഹനം ഉപയോഗിക്കുന്നതിനേക്കാൾ, അവരുടെ ഫോൺ ഉപയോഗിക്കുന്നതിനേക്കാൾ അവരുടെ തൃപ്തി എന്താണെന്ന് അറിയുമോ? അവരുടെ മാർഗം നീ സ്വീകരിക്കലാണ്. എന്നാൽ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, പാടില്ല കേട്ടോ, പാടില്ല. ഖാലിഫുൽ മുശ്രിക്കീൻ വഫിറുൽ ലിഹാ വഅഹ്ഫുശ് ശവാരിബ്. അല്ലാഹുവിന്റെ റസൂല് പറയാണ്, നിങ്ങൾ മുശ്രിക്കുകളിൽ നിന്ന് വ്യത്യസ്തരാകണേ, നിങ്ങൾ മുശ്രിക്കുകളിൽ നിന്ന് വ്യത്യസ്തരാകണേ. നിങ്ങൾ മീശ വെട്ടണേ, ദാടി നിങ്ങൾ നീട്ടണേ, താടി രോമങ്ങൾ നിങ്ങൾ നീട്ടണേ. വീണ്ടും അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നിങ്ങൾ ജൂതന്മാരിൽ നിന്ന് വ്യത്യസ്തരാകണേ, നിങ്ങൾ മീശ വെട്ടണേ, ദാടി നിങ്ങൾ നീട്ടണേ. ഇതാണ് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത്. ഇത് ഞങ്ങൾ സ്വീകരിക്കും. അത് റസൂലുള്ള പറഞ്ഞതുപോലെ സ്വീകരിക്കും. ആ നിലപാട് ഒരു കുട്ടി സ്വീകരിച്ചതിന്റെ പേരിലാണ് മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റിൽ പ്രവർത്തിക്കുന്ന MSMൽ പ്രവർത്തിക്കുന്ന ഒരു കുട്ടി താടി വെച്ചതിന്റെ പേരിലാണ് താടി മതം എന്ന് രോമമതം എന്ന് പറഞ്ഞിട്ട് പരിഹസിച്ചത്. രോമമതം എന്ന് പറഞ്ഞ് പരിഹസിച്ചത്. എന്നാൽ സദറുദ്ദീൻ മൗലവി, നിങ്ങളോട് ഞങ്ങൾക്ക് വളരെ ദയ തോന്നുകയാണ്. അത് അങ്ങേയറ്റം വളരെ സഹതാപം തോന്നുകയാണ് നിങ്ങളോട്. ഒന്നും പറയാൻ തോന്നില്ല, കാരണം നിങ്ങളോട് സഹതാപം തോന്നാ. ഒന്ന് മറിച്ചു നോക്ക്, മൗദൂദിയുടെ ബുക്കെങ്കിലും ഒന്ന് വായിച്ചു പഠിക്ക്. മൗദൂദിയുടെ മദ്ഹ് അതിങ്ങനെ പറഞ്ഞു നടന്നിട്ട് കാര്യമില്ലല്ലോ. മൗദൂദിയുടെ ബുക്കെങ്കിലും ഒന്ന് വായിക്ക്. ഇവിടെ ഒരു MSMകാരന്റെ കഥയല്ല പറഞ്ഞത്, ഇവിടെ വേറൊരു പ്രശ്നമാണ് കേട്ടോ. ഞാൻ താടി വളർത്തിയിട്ടുണ്ട്, എന്നാൽ നല്ല മതവിജ്ഞാനമുള്ള എന്റെ ചില ബന്ധുക്കൾ താടിയെ എതിർക്കുന്നു. അവർ പറയുകയാണ്, താടി വളർത്തൽ ദീനിൽ നിർബന്ധമില്ല, ഖുർആനിൽ തൽസംബന്ധമായി യാതൊരു വിധിയുമില്ല, ഒരു മഹാപാപമൊന്നുമല്ല താടി വടിക്കൽ, റസൂലിനോട് ഉള്ള വില കുറഞ്ഞ സ്നേഹപ്രകടനമാണ് താടി. കണ്ടോ, വില കുറഞ്ഞ സ്നേഹപ്രകടനമാണ് താടി. ഇങ്ങനെ പറയുന്നവർക്ക് ഞാൻ എന്ത് മറുപടി നൽകണം? താങ്കൾ അറിയിച്ചു തന്നാലും. ചോദ്യം, മറുപടി കേട്ടോ. താടിയെ പറ്റിയുള്ള താങ്കളുടെ ചോദ്യം കേട്ടപ്പോൾ ഇംഗ്ലീഷുകാരനായ ഒരു നവമുസ്ലിമുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ് ഓർമ്മ വന്നത്. നന്നായി പഠിച്ചു മനസ്സിലാക്കി ഇസ്ലാം അംഗീകരിച്ച ആളാണ് അദ്ദേഹം. ഒരാൾ ഇസ്ലാമിലേക്ക് വന്നു. ഇസ്ലാം ആശ്ലേഷിച്ച ഉടൻ തന്നെ അയാൾ താടി വടിക്കുന്ന സമ്പ്രദായം ഉപേക്ഷിച്ചു. മുസ്ലിമായ ഉടൻ തന്നെ അയാൾ മനസ്സിലാക്കി, ഇനി ഞാൻ താടി വടിക്കേണ്ട, കാര്യം ഞാൻ മുസ്ലിമായല്ലോ, ഇനി താടി വെക്കലാണ് വേണ്ടതെന്ന് മനസ്സിലാക്കി. തദവസരത്തിൽ താങ്കളുടെ ഈ നല്ല മതവിജ്ഞാനമുള്ള എന്ന് പറഞ്ഞിട്ട്
മൗദൂദി ഈ പറഞ്ഞ ചോദ്യകർത്താവ് ഉദ്ദേശിച്ച മതവിജ്ഞാനമുള്ളവരെ പരിഹസിക്കാൻ, മതവിജ്ഞാനമുള്ള ബന്ധുക്കളെ പോലെയുള്ളവർ ചിലർ ചോദിക്കുവാൻ തുടങ്ങി, ബന്ധുക്കളെ പോലെയുള്ള ചിലർ ചോദിക്കുവാൻ തുടങ്ങി, താടി വളർത്തൽ ഇസ്ലാമിൽ അത്ര നിർബന്ധമുള്ള കാര്യമൊന്നുമല്ലല്ലോ, പിന്നെന്തിനാണ് താങ്കൾ വെറുതെ താടി വടിക്കുന്ന സമ്പ്രദായം ഉപേക്ഷിച്ചു കളഞ്ഞത്, എന്തേ ഇപ്പൊ താടി വടിക്കാത്തതെന്ന് ചോദിക്കാണ്. അയാൾ ഇങ്ങനെയാണ് മറുപടി പറഞ്ഞത്. ആ മറുപടി ഞങ്ങൾ സദറുദ്ദീൻ മൗലവിക്ക് വേണ്ടിയും പറയുന്നു. ആര് അന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്ന് താടി നീട്ടി അതിന്റെ പേരിൽ ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വന്ന ആ നവമുസ്ലിം അന്ന് പറഞ്ഞ മറുപടി മൗദൂദി എടുത്തുദ്ധരിച്ചത് സദറുദ്ദീൻ മൗലവിക്ക് വേണ്ടി ഞങ്ങളും പറയുന്നു. നിർബന്ധം ഐച്ഛികമെന്നീ വിഭജനമൊന്നും എനിക്കറിയില്ല, എനിക്കതൊന്നും അറിയില്ല. പ്രവാചകൻ താടി വളർത്താൻ ആജ്ഞാപിച്ചിരിക്കുന്നു എന്ന് മാത്രം എനിക്കറിയാം. എന്റെ നബി താടി വളർത്താൻ പറഞ്ഞു എന്നത് എനിക്കറിയാം. പ്രവാചകനെ അനുസരിക്കുവാൻ തീരുമാനിച്ച സ്ഥിതിക്ക് അവിടുത്തെ കൽപ്പനകൾ പാലിക്കുവാൻ ഞാൻ ബാധ്യസ്ഥനാണ്. മേലധികാരത്തിന്റെ ആജ്ഞകളെ നിർബന്ധേതരം എന്നിങ്ങനെ വേർതിരിക്കേണ്ട കാര്യം കീഴ് ജീവനക്കാരനില്ല. താങ്കളുടെ ബന്ധുക്കളെ ഈ സംഭവം പറഞ്ഞു കേൾപ്പിക്കൂ. മൗദൂദി പറയാം, ഈ നവമുസ്ലിം പറഞ്ഞ മറുപടി താടി വടിക്കണമെന്ന് തങ്ങളോട് ഉപദേശിച്ച ആ ആളുകൾക്ക് പറഞ്ഞു പഠിപ്പിക്കൂ. ഇത് ചോദ്യോത്തരങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ മൗദൂദി എടുത്തുകൊടുത്തതാണ്. താടി വളർത്തൽ എന്നാണ് ആ ടൈറ്റിൽ തന്നെ. താടി വളർത്തുന്നതിന്റെ മതവിധി പുതിയ ചോദ്യോത്തരത്തിൽ ഉണ്ടോ ഇല്ലെന്നത് പരിശോധിക്കണം കേട്ടോ. കാരണം വെച്ചാല് മൗദൂദിയുടെ ബുക്കും മൻസൂഖുണ്ട്, ചില വിധികളൊക്കെ മൻസൂഖായി പോണുണ്ട്. ആയിക്കോട്ടെ, അപ്പൊ ഏതായിരുന്നാലും എന്റെ കയ്യിലുള്ളത് പിന്നെ ചോദ്യോത്തരങ്ങൾ, ആ ചോദ്യോത്തരങ്ങളുടെ 1973 ഫെബ്രുവരിയിൽ ഇറങ്ങിയ ഫസ്റ്റ് എഡിഷൻ, അതാണ് എന്റെ കയ്യിലുള്ളത്. അതിൽ നിന്നാണ് ഞാൻ വായിച്ചത് കേട്ടോ. അപ്പൊ താടി എന്തെടുക്കണം, താടി വളർത്തിയത് കണ്ടിട്ട് അത് രോമമതം എന്ന് പറഞ്ഞിട്ട് പരിഹസിക്കുക. ഇനി അത് കഴിഞ്ഞിട്ടോ ഇദ്ദേഹം പറഞ്ഞു കേട്ടോളൂ. അതിലൊന്ന് അത്തഹിയാത്തിൽ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് കൈവിരൽ ചൂണ്ടിയാൽ ഇത് അനക്കണോ വേണ്ടേ? ഈ ചില ആളുകൾക്കൊക്കെ വിറയലിന്റെ ഒരു അസുഖം ഉണ്ടല്ലോ എന്ന മാതിരി തോന്നും. ചില പള്ളിയിൽ ചില ആളുകൾ ഷഹാദത്ത് ചൊല്ലിയിട്ട് ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും. അപ്പൊ വലിയൊരു ചർച്ചയാണ്, ഇപ്പൊ അടുത്ത് തുടങ്ങിയതായത്. പിന്നെ ഒരു ചർച്ച എന്താന്ന് വെച്ചാൽ താടിയുടെ നീളം എത്രയാണ്, അതും ഇവര് തന്നെയാണ് നടത്തുന്നത്. താടി കത്രിക്കാൻ പാടുണ്ടോ ഇല്ലേ, അതൊരു ചർച്ച. കഴിഞ്ഞ ഒരു വർഷം മുമ്പാണെന്ന് തോന്നുന്നു, ഒരു ഈദ്ഗാഹിൽ ഇവരുടെ ഒരു പ്രസംഗകൻ പ്രസംഗിച്ചത് ഈദ് മുബാറക്ക് എന്ന് പറയാൻ പാടില്ല, അത് സുന്നത്തിലില്ല. ഒരു ദിവസം ഇമെയിൽ തുറന്നപ്പോ എനിക്ക് വന്ന ഒരു ചോദ്യം, സൗദി അറേബ്യയിൽ നിന്നോ ജിദ്ദയിൽ നിന്നോ ദമാമിൽ നിന്നോ. ആ ചോദ്യം എന്താന്ന് ചോദിച്ചാല്, പ്രാർത്ഥിക്കുമ്പോ കൈ ഉയർത്തണോ വേണ്ടേ? ഞാനിങ്ങനെ ആലോചിച്ചു, ഇതാരാ ഇപ്പൊ ചോദിക്കണത്? കേരളത്തിൽ നിന്ന് കിലോമീറ്ററുകൾക്കപ്പുറം അറബിക്കടലൊക്കെ കടന്ന് കുടുംബം പോറ്റാൻ വേണ്ടി ജോലിക്ക് പോയി കുടുംബത്തൊക്കെ ഇവിടെ വിട്ടേച്ച് പോയിട്ട് കഷ്ടപ്പെടുന്ന ഒരു സുഹൃത്ത്, രാത്രി ജോലിയൊക്കെ കഴിഞ്ഞ് 8 മണിക്കൂറോ 10 മണിക്കൂറോ ഒക്കെ ജോലി കഴിഞ്ഞ് റൂമിൽ വന്നിട്ട് ഇയാൾ ചോദിക്കുന്ന, ഇയാളുടെ ഒരു സംശയമാണ് കൈ ഉയർത്തണോ വേണ്ട. അപ്പൊ ഇയാൾക്ക് എവിടുന്നാ ഈ സംശയം കിട്ടിയത്? അപ്പൊ പകലാരോ വന്നിട്ട് ഈ ഒരു ഫിത്തന അവിടെ ഉണ്ടാക്കി അയാളുടെ മനസ്സിൽ. പിന്നെ ആ സുഹൃത്ത് അതിന്റെ പിന്നാലെ, ഇയാൾക്കൊന്ന് സ്വൈര്യമായിട്ട് കിടന്നുറങ്ങാനുള്ള ഒരു സ്വസ്ഥത കൊടുക്കണില്ല. എന്നിട്ട് അയാൾ എനിക്ക് ചോദ്യം അയക്കുക, കൈ ഉയർത്തണോ വേണ്ടേ? കൈ ഉയർത്തണം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ചോദ്യത്തിൽ തീരുമാനം കിട്ടിയ പാവാ സുഹൃത്തിന് അറബി ലീവ് കൊടുക്കുവോ? അയാളുടെ ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുക്കുവോ? അയാളുടെ ഭാര്യയും മക്കളെയും കാണാൻ അവസരം ഉണ്ടാകുമോ? ദീനുൽ ഇസ്ലാം പൂർത്തിയാകുമോ? ഫലസ്തീന്റെ മോചനം ഉറപ്പാകുമോ? എന്താ നേടുക ഇതിലൊരു തീരുമാനത്തിലെത്തി? അപ്പൊ ഒരു ചോദ്യത്തിന് ഉത്തരം കൊടുക്കണമെങ്കിൽ ഒന്നില് ഫലസ്തീന്റെ മോചനം ഉറപ്പാണോ, അല്ലെങ്കിൽ അറബി ശമ്പളം കൂട്ടി കൊടുക്കണോ, അല്ലെങ്കിൽ നാട്ടിലേക്കുള്ള ടിക്കറ്റ് കൊടുക്കണോ? ഇങ്ങനെയുണ്ട് ഒരു വിധി. എന്താണ് ഇയാൾ പറയുന്നത്? ഈ ബുദ്ധിജീവി എന്തായി പറയണത്? നിങ്ങൾ ചിന്തിക്കണോ? എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണത് റസായിലോ മസായില. ഇതിനകത്തൊരു ചോദ്യം എന്താ അറിയോ? പ്രാർത്ഥനയിൽ കൈയുയർത്തൽ. നിങ്ങൾ ഏത് ലോകത്താ നിങ്ങളുള്ളത്? എടാ മൗദൂദി ഈ ചോദ്യം, പ്രാർത്ഥനയെ കൈയുയർത്തണോ വേണ്ടതൊരു ചോദ്യം. മൗദൂദി എന്താ പറഞ്ഞത്? അനക്ക് വിസ കിട്ടോ നാട്ടിലേക്ക്, അല്ല നിനക്ക് ടിക്കറ്റ് കിട്ടോ വീട്ടിലേക്ക്? ഫലസ്തീന്റെ മോചനം ഉറപ്പാകുമോ? ഇറാഖിൽ നിന്ന് അമേരിക്കൻ സൈന്യം പിൻവാങ്ങുമോ? ഇത് ചോദിച്ചിട്ടാ മറുപടി പറയണേ.
ഏത് ലോകത്താ ഇയാളുള്ളത്? ഈ ചർച്ച വരേണ്ടതാണെങ്കിൽ മൗദൂദി ആ ചർച്ച നടത്തിയിരിക്കുന്നു. വരണ്ട ചർച്ച കയ്യുർത്തനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. ഇപ്പൊ മൗദൂദി നടത്തിയതോ? ഏത് ലോകത്താണ് ഈ മനുഷ്യനുള്ളത്? ജമാഅത്തുകാരെ, നിങ്ങൾ എന്തിനാ ഈ സാധുവിനെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ഈ ഉറുമ്പിനെ കൊണ്ട് കല്ല് വലിപ്പിക്കരുത്. സാധാരണ ഈ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുക, ഉറുമ്പിനെ കൊണ്ട് കല്ല് വലിപ്പിക്കുക എന്നൊക്കെ. ഈ സാധനം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും, മൂപ്പര് അവിടുന്ന് ചാടി ഇങ്ങോട്ട് ഒരു ആ പാലത്തിൽ കയറി അങ്ങോട്ടോ, ഇയാളിങ്ങനെ വിഷമിപ്പിക്കരുത്. മാത്രല്ല ഇപ്പൊ എല്ലാ ജംഗ്ഷനിലും ഇദ്ദേഹത്തെ ഇങ്ങനെ ഇടുക. എല്ലാ ജംഗ്ഷനിലും കൊണ്ട് മൂപ്പര് ഇങ്ങനെ നടന്ന് പ്രസംഗിക്കും. ഇവിടെ ഇറങ്ങിയ CD അന്വേഷിച്ച് എത്ര ദിവസമായി മൂപ്പര്. ഞാൻ വീട്ടിൽ വന്നിട്ടില്ല. ആരും ഇവിടെ പറഞ്ഞ കളവ് എറണാകുളത്ത് പോവാ, എറണാകുളത്തിന് അടുത്ത് ഇവിടെ വന്ന് പിന്നെ പറയാ, പിന്നെ അപ്പുറത്ത് പോയി പറയാ, ഇപ്പുറത്ത് പോയി പറയാ. നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ എന്നിട്ട് ഇദ്ദേഹം പറയാ, വിരലനക്കണാണ് ഇവരുടെ ചർച്ച, താടിയുടെ നീളമാണ് ഇവരുടെ ചർച്ച, അതുപോലെ ഈദ് മുബാറക് എന്ന് പറയണോ വേണ്ടെന്നുള്ള ഇവരുടെ ചർച്ച, അതുപോലെ തന്നെ അത്തയ്യാത്തിൽ കൈ അനക്കണോ വേണ്ട, ഇതാണ് ഇവരുടെ ചർച്ച എന്നൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹം പരിഹസിക്കുകയാണ്. ഇത് പറയുന്ന ആളുകളോട് ഞങ്ങൾ ചോദിക്കട്ടെ, പിന്നെ എന്താ ചർച്ച ചെയ്യണത്? നിങ്ങൾ പറഞ്ഞ ഞങ്ങളൊന്ന് കേൾക്കട്ടെ, എന്താ ചർച്ച ചെയ്യേണ്ടത്? നിങ്ങൾ എന്താ ചർച്ച ചെയ്തോണ്ടിരിക്കണത്? കേട്ടോളൂ. ഇവരുടെ ചർച്ച നമ്മളിതൊക്കെയാണല്ലോ, ദീനിപരമായ മസലകള്, അതൊക്കെ ചർച്ച ചെയ്യേണ്ട. അഖീദപരമായ കാര്യങ്ങൾ, വിശ്വാസപരമായ കാര്യങ്ങൾ, നിസ്കാരം എങ്ങനെ നിർവഹിക്കണം, അതുപോലെ തന്നെ നോമ്പ് എങ്ങനെ നോക്കണം, അതുപോലെ ജീവിതം എങ്ങനെ ശുദ്ധിയായിരിക്കണം, അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളല്ല, എല്ലാ വിഷയങ്ങളും ഞങ്ങൾ ചർച്ച ചെയ്യേണ്ടത് നിങ്ങളെ കൊണ്ട് സംഭവിപ്പിക്കും. ഇത് മാത്രമല്ല, അത് ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട്. പക്ഷെ ഇതിനിടയ്ക്ക് ഇതും നമ്മൾ നോക്കണല്ലോ. നോക്ക്, എന്താ ഇവര് ചർച്ച ചെയ്യണത്? കേട്ടോളൂ. കാഴ്ച ഇരകളിലേക്ക് ഫിലിം ഫെസ്റ്റിവലിന് ഇന്ന് തുടക്കം. കണ്ടോ? കോഴിക്കോട് കാഴ്ച ഇരകളിലേക്ക് എന്ന ശീർഷകത്തിൽ സോളിഡാരിറ്റി നടത്തുന്ന ഫിലിം ഫെസ്റ്റിവൽ ഇന്ന് രാവിലെ 9:30 കല്ലായി റോഡിലെ മെട്രോ ടൂറിസ്റ്റ് ഹോം ഹാളിൽ തുടങ്ങും. ആരും ചത്തയ്യാത്ത് വിലക്കെടുക്കുന്ന വർഷമല്ല. അതുപോലെ തന്നെ താടിയുടെ നീളമല്ല, അപ്രകാരം തന്നെ പ്രാർത്ഥനയെ കൈയുയർത്തണോ വേണ്ടതല്ല. എന്നെയോ ഫിലിം ഫെസ്റ്റിവലിന് ഇന്ന് തുടക്കം. ഉദ്ഘാടന ചിത്രമായി ചൈനീസ് ചിത്രമായ ലൂയി ഗൈജൻ ബ്രാക്കറ്റിൽ ഗെട്ടിം ഹോം പ്രദർശിപ്പിക്കും. ചൈനീസ് സിനിമ. പിന്നെയോ തുടർന്ന് 11:30 മുതൽ ബാറ്റിൽ ഇൻ സീറ്റിൽ ബ്രാക്കറ്റിൽ USA അമേരിക്കൻ സിനിമ. നാട്ടിൽ സിനിമയിലായിട്ട് അമേരിക്കൻ മാതാമയുടെ സിനിമ കൊണ്ട് നെട്ടുകാണ്ട്. നിങ്ങൾ ചിന്തിക്കണ, ഒരു ഇസ്ലാമിക പ്രസ്ഥാനം എന്ന് പറഞ്ഞിട്ട് ചെയ്യാണ്. അമേരിക്കൻ പടം കൊക്കക്കോള പറ്റുമോ? പറ്റൂല. അമേരിക്ക. ഹിന്ദുസ്ഥാനിൽ സാമ്രാജ്യത്വം, എല്ലാ സാമ്രാജ്യത്വം. പക്ഷേ അമേരിക്കന്റെ പടം പറ്റുമോ? സിനിമ പറ്റുമോ? മാതാമയ്ക്ക് അവറത്ത് വച്ചല്ലേ അഭിനയിക്കണത്? അല്ലെ, പർദ്ദയൊക്കെ ഇട്ടിട്ടല്ലേ മാതാമ അഭിനയിക്കണല്ലേ? എന്ത് ദുരവസ്ഥയാണിത്! തീർന്നില്ല, കേട്ടോളൂ. പിന്നെ ടച്ച് ഓഫ് മിദാസ് സ്പാനിഷ് ചിത്രമായ സെൻട്രൽ സ്റ്റേഷൻ എന്നിവ പ്രദർശിപ്പിക്കും. എന്റെ ചർച്ച എന്താ അറിയോ? വിരലനക്കലല്ല, താടിയുടെ നീളമല്ല, പ്രാർത്ഥനയിലെ കൈയുയർത്തലല്ല. തുടർന്ന് നടക്കുന്ന ചർച്ച, തുടർന്ന് 5 മണി മുതൽ നടക്കുന്ന മലയാള സിനിമയിലെ കീഴാളപ്രതിധാരകൾ എന്ന ചർച്ചയിൽ. കേട്ടോ, ചർച്ചയാണ്, കാര്യപ്പെട്ട ചർച്ച. എന്ത്? മലയാള സിനിമയിലെ കീഴാളപ്രതിധാനങ്ങൾ എന്ന ചർച്ചയിൽ GP രാമചന്ദ്രൻ, യാക്കോബ് തോമസ്, TP ഷമീം, ദീദി AK വാസു എന്നിവർ പങ്കെടുക്കും. വലിയ ആലിമികളാണ്. ആലിമുൽ അല്ലാമ ആരാണ്? രാമചന്ദ്രൻ, യാക്കോബ് തോമസ്, TP ഷമീം, ദീദി AK വാസു എന്നിവർ പങ്കെടുക്കും. വൈകിട്ട് 7 മുതൽ പ്രശസ്ത ആക്ടിവിസ്റ്റ് നന്ദിതാദാസിന്റെ ഫിറാഖ് പ്രദർശിപ്പിക്കും. ഫിറാഖാണ് അവസാനം, ഫിറാഖാണ്. അവസാനം ഫിറാഖാണ്. ആ ഫിറാഖും പ്രദർശിപ്പിച്ചിട്ട് പോകും. 2 ദിവസം കുത്തിയിരുന്ന് സോൾഡാറ്റിക്കാർ സിനിമ കാണുക. 2 ദിവസേ. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ചെറിയ കാര്യമല്ല. എന്റെ ബഹുമാനനായ സദറുദ്ദീൻ മൗലവി ഒന്ന് ചിന്തിക്കണം, മറുപടി പറയണം. നിങ്ങൾ കൊണ്ടുപോയി ഇരുത്തിയിട്ട് ഈ സാധുക്കളായ ചെറുപ്പക്കാരുടെ കയ്യൊപ്പ് എന്ന് പറഞ്ഞിട്ട് സിനിമാ തിയേറ്റർ ഒരുക്കി കൊടുത്ത് അതിനകത്ത് അടച്ചിട്ട് അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന വൃത്തികെട്ട സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ മലക്കുൽ മൗത്ത് സോൾഡാരിറ്റി പ്രവർത്തകനെ സമീപിച്ചാലോ? വലന്ന അന്നഹുൽ ഫിറാഖ് എന്ന് പറഞ്ഞ ആ ഫിറാഖ് അവിടെ വെച്ചുകൊണ്ട് സംഭവിച്ചാലോ? നല്ല മരണമായിരിക്കില്ല അത്? നല്ല മരണമായിരിക്കില്ല അത്? എവിടെ മരണമൊക്കെ വരുമ്പോഴല്ലേ, ദുനിയാവിന്റെ നീറുന്ന പ്രശ്നങ്ങളല്ലേ. ഇത് വിരലനക്കുന്ന വിഷയമല്ല, താടിയുടെ നീളമല്ല, കൈയുയർത്തുന്ന വിഷയമല്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സോൾഡാറ്റിക്ക് മാത്രമുള്ളതാണ് എന്ന് കേട്ടോ. നേരെ മറിച്ച് ഇതൊരു തരം രോഗാണ്. ഈ സിനിമാ പ്രേമം എന്നുള്ളത് രോഗാണ്, കേട്ടോളം.
അഖിലേന്ത്യാ അമീർ, കേരള ഘടകല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ അഖിലേന്ത്യാ അമീർ സിറാജുൽ ഹസൻ മലയാളിയല്ല. അയാൾ മലയാളിയല്ല. അദ്ദേഹത്തെ എനിക്ക് നന്നായി അറിയാം. രാമായണം സീരിയലുകൾ കാണാറുണ്ടായിരുന്ന അദ്ദേഹം കേരളത്തിൽ വന്നപ്പോൾ നമ്മുടെ ഒരാളുടെ വീട്ടിൽ വെച്ച് സുഖമായി സീരിയൽ കാണാൻ എന്റെ വീട്ടിലാണ് വന്നത്. മനസ്സിലായോ? ഈ സിറാജുൽ ഹസൻ എന്ന് പറയുന്ന അഖിലേന്ത്യാ അമീറിന് ഒരു ഹോബി ഉണ്ട്. എന്ന് വെച്ചാൽ എല്ലാ ദിവസവും വൈകിട്ട് രാമായണം എന്ന സീരിയൽ കാണണം. ജമാഅത്തെ ഇസ്ലാമിയുടെ അഖിലേന്ത്യാ അമീറിന്റെ കാര്യം പറയണത്. ആ അഖിലേന്ത്യാ അമീറിന് എല്ലാ ദിവസവും രാമായണ സീരിയൽ കാണണം. അങ്ങനെ അദ്ദേഹം കേരളത്തിൽ വന്നു. കേരളത്തിൽ വന്നപ്പോ അബ്ദുള്ള സാഹിബ് പറയാണ്, കാരണം എവിടെയെങ്കിലും കൊണ്ടുവരുത്തി സീരിയൽ കാണിക്കാൻ പറ്റില്ലല്ലോ, നമുക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ വീട്ടിലല്ലേ പറ്റുള്ളൂ. അങ്ങനെ അബ്ദുള്ള സാഹിബിന്റെ വീട് തരപ്പെടുത്തി കൊടുത്ത് അവിടെ വെച്ചിട്ടാണ് ഈ അഖിലേന്ത്യാ അമീർ അന്നത്തെ രാമായണം സീരിയൽ കണ്ടത് എന്ന് ശത്രുക്കളല്ല സ്നേഹിതന്മാർ എന്ന രഹസ്യരേഖയിലുണ്ട്. രഹസ്യരേഖയാണിത്. അല്ല, അങ്ങനെ പറഞ്ഞാലേ നമ്മുടെ സദർസി പോലോയ്ക്ക് തൃപ്തിയാവുള്ളൂ. ഇതൊരു രഹസ്യരേഖയാണ്. ആ രഹസ്യരേഖ പുറത്തുവിട്ടതാണ്. മനസ്സിലായോ? അപ്പൊ അഖിലേന്ത്യാ അമീറിന്റെ അവസ്ഥ ഇതാണെങ്കിൽ നമ്മുടെ കാർക്കൂന്റെ അവസ്ഥ എന്തായിരിക്കും? മുത്തഫിക്കിന്റെ അവസ്ഥ എന്തായിരിക്കും? പിന്നെ മുനാഫിക്കിന്റെ അവസ്ഥ പറയണ്ടല്ലോ, അങ്ങനെ ആണല്ലോ. അപ്പൊ പിന്നെ നമ്മൾ ആലോചിച്ച് നോക്കൂ, ഈ രൂപത്തിലാണ് ഇവരുടെ അവസ്ഥ. വിരലക്കെട്ട് ചർച്ചയല്ല. എന്നാ ഞങ്ങളെ കുറിച്ച് ആക്ഷേപം പറഞ്ഞ ജമാഅത്തുകാരാ, നിങ്ങളെ കൊണ്ട് ഞങ്ങൾ പറയിപ്പിച്ചു തരട്ടെ. ഞങ്ങളുടെ ചർച്ച എന്തൊക്കെയാണ്? വിരലണക്കുന്ന വിഷയം മാത്രം ഞങ്ങൾ ചർച്ച ചെയ്യണത്, തലതടവണ വിഷയം മാത്രം ഞങ്ങൾ ചർച്ച ചെയ്യണത്, കുനൂത്തോന്ന വിഷയം മാത്രം ഞങ്ങൾ ചർച്ച ചെയ്യണത് അല്ല. അതേ ജമാഅത്തുകാരൻ തന്നെ പറഞ്ഞു കേട്ടോളൂ, നമുക്കെതിരെ ആക്ഷേപിച്ച പറയുന്നത് അത് കേട്ടോളൂ. അതിനേക്കാൾ മനോഹരമായ ഒരു സാധനം ഇവരിറക്കി. സാൽവേഷൻ ഇന്റർനാഷണലിനോടനുബന്ധിച്ച് ISM ഇറക്കിയ ഇസ്ലാമിക രാഷ്ട്രം എന്ന ലഘുലേഖ. അത് ഞാൻ ഇവിടെ വായിക്കുന്നില്ല, അതിനെനിക്ക് സമയമില്ല. നിങ്ങൾ ആകെ കൂടി ഇതിൽ പറയുന്നത് ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ പോരിഷ, മഹിമ, അതിന്റെ സൗന്ദര്യം, ജനാധിപത്യത്തെക്കാൾ, മറ്റ് സോഷ്യലിസത്തെക്കാൾ, അങ്ങനെ ലോകത്ത് ഒരു രാഷ്ട്രത്തിന് രാഷ്ട്രീയ ഘടനക്ക് നേതൃത്വം നൽകാൻ കഴിയുന്ന ഭൗതിക പ്രത്യയശാസ്ത്രങ്ങളെക്കാൾ ഇസ്ലാമിക രാഷ്ട്രീയമാണ് ഏറ്റവും മികച്ചത് എന്നാണ് മുജാഹിദ് സംഘടന പുറത്തിറക്കിയ ഇസ്ലാമിക രാഷ്ട്രം എന്ന ലഘുലേഖയെ പറയുന്നത്. വളരെ മനോഹരമായ ലഘുലേഖയാണ്. ഇതിനെക്കുറിച്ച് എനിക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഇത് പുറത്തിറക്കിയിരിക്കുന്നത് കോഴിക്കോട് മുജാഹിദ് സെന്റർ കേന്ദ്രീകരിച്ചുള്ള ദഅ്വ വിങ്, പ്രബോധക സംഘം, പ്രബോധക വിഭാഗം എന്ന് പറയാം. സാൽവേഷൻ ഇന്റർനാഷണലോടനുബന്ധിച്ചാണ് ഇത് പുറത്തിറക്കിയത്. എന്റെ ചോദ്യം ഇതാണ്, ഒരു ബഹുമത രാജ്യത്ത് ഇസ്ലാമിന്റെ രാഷ്ട്രീയവും രാഷ്ട്രവും പ്രബോധനം ചെയ്യാൻ പാടില്ലെങ്കിൽ, അത് അപകടകരമാണെന്നാണ് മുജാഹിദ് വാദമെങ്കിൽ, ബഹുഭൂരിപക്ഷം അമുസ്ലിങ്ങൾ ജീവിക്കുന്ന കേരളത്തിൽ എന്തിനാണ് ഇസ്ലാമിക രാഷ്ട്രം എന്ന ഒരു പുസ്തകം നിങ്ങൾ പുറത്തിറക്കിയത്? ഇത് ഈ സംഘടനാ പ്രവർത്തകർക്കിടയിൽ വിതരണം ചെയ്തതല്ല, തർബിയത്തി വിഭാഗം പുറത്തിറക്കിയതല്ല, ദഅ്വ വിഭാഗം ഇത് പുറത്തിറക്കിയത്. സാൽവേഷൻ എന്ന എക്സിബിഷൻ പോയിന്റ് പ്രധാന ഉന്നം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പ്രധാന ഉന്നം അമുസ്ലിങ്ങൾക്കിടയിലെ പ്രബോധനായിരുന്നു. അപ്പൊ ഇസ്ലാമിക പ്രബോധനത്തിന്റെ ഭാഗമായി ദഅ്വ വിഭാഗം ഇസ്ലാമിക രാഷ്ട്രത്തെ കുറിച്ച് ഇന്ത്യയിൽ പറയുന്നതിന്റെ അർത്ഥം എന്താ? അത് നിങ്ങൾ വിശദീകരിക്കണം. കണ്ടോ? അത് വിശദീകരിക്കാനുള്ളത് ഞങ്ങൾ ഇസ്ലാമിക രാഷ്ട്രത്തെ കുറിച്ചും ജനങ്ങളോട് പറയുന്നു, ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ മഹത്വത്തെ കുറിച്ചും പറയും. ഇപ്പൊ മനസ്സിലായില്ലേ? വിലനക്കൽ മാത്രമല്ല ഞങ്ങളുടെ ചർച്ച, കുനൂത്ത് മാത്രമല്ല ഞങ്ങളുടെ ചർച്ച എന്ന്. അതുപോലെ തന്നെ കൂട്ടുപ്രാർത്ഥന മാത്രമല്ല ഞങ്ങളുടെ ചർച്ച. ഇസ്ലാമിക രാഷ്ട്രം, ഇസ്ലാമിലെ രാഷ്ട്ര സംവിധാനം, ആ രാഷ്ട്ര സംവിധാനത്തെ കുറിച്ച് ഞങ്ങൾ പറയും. അത് ഞങ്ങളുടെ തർബിയ വിഭാഗം മാത്രമല്ല, ഞങ്ങളുടെ ദഅ്വ വിങ് തന്നെ അത് പറയും. നിങ്ങളെ തൊള്ളുകൊണ്ട് സംഭവിപ്പിക്കും ഞങ്ങള്. നിങ്ങൾ ഈ നാട് നീളെ പറഞ്ഞിട്ട് നടക്കണെന്താ? ഞങ്ങൾക്ക് ആകെ ഈ കുനൂത്തും കൂട്ടുപ്രാർത്ഥന മാത്രമേ ചർച്ചയുള്ളൂ എന്നാ? അല്ല, ഞങ്ങളുടെ ചർച്ച നിങ്ങൾക്കെതിരെ ഞങ്ങൾ പറയണേ. ഇപ്പൊ കുനൂത്തും കൂട്ടുപ്രാർത്ഥന എവിടെ ചർച്ച? ജമാഅത്ത് ഇസ്ലാമിയാണ്. അപ്പുറത്ത് യുക്തിവാദിയെ കുറിച്ച് വേറെ ചർച്ച ഉണ്ടാവും. പിന്നെ ഹൈന്ദവത, ക്രൈസ്തവത, അതുപോലെ ഇസ്ലാം വേറെ ചർച്ച ഉണ്ടാവും. വേദഗ്രന്ഥങ്ങളുടെ സന്ദേശം വേറെ ചർച്ച ഉണ്ടാവും. മതരാഷ്ട്രവാദം വേറെ ചർച്ച ഉണ്ടാവും. നിങ്ങളെന്താ വിചാരിച്ചത്? നിങ്ങളെന്താ കരുതിയത്? നിങ്ങളെപ്പോലെ ഏതെങ്കിലും സമരപ്പന്തൽ അവിടെ പോയി വായിട്ട് നോക്കിക്കുക, അതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ജോലി? ഇതാ അല്ല. ഇസ്ലാമിന്റെ നാനാ വിഷയങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യും, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കും.
ഇസ്ലാമിക രാഷ്ട്രം, ആ രാഷ്ട്രത്തെ കുറിച്ച് സുന്ദരമായ ലഘുലേഖ സാൽവേഷൻ, അതിന്റെ KNM-ന്റെ ദഅ്വാ വിങ് പുറത്തിറക്കിയ പുസ്തകമാണ്. അത് പുറത്തിറക്കി കൊടുക്കും. എന്നിട്ടോ ഇസ്ലാമിന്റെ രാഷ്ട്രത്തിന്റെ മഹത്വം പറയും. ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ മഹത്വം ഈ സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു കൊടുക്കും. അവിടെ ഇസ്ലാമിക രാഷ്ട്രമെന്ന് വാദിച്ചുകൊണ്ട്, ഇസ്ലാമിക രാഷ്ട്രമെന്ന് പറഞ്ഞുകൊണ്ട്, ഹുക്കുമത്തെ ഇലാഹി എന്ന് വാദിച്ചുകൊണ്ട് അതേ തീവ്രവാദം പ്രവർത്തിക്കുന്ന അനിസ്ലാമികത പറയുന്ന ആളുകളുടെ വിദണ്ഡവാദങ്ങൾക്കെതിരെ സംസാരിക്കുകയും ചെയ്യും. എന്തേ സദറുദ്ദീൻ മൗലവി നന്നായിട്ടൊന്ന് വായിച്ചോ? വായിക്കാതിരിക്കണ്ട. എന്തിനാ വായിക്കാതിരിക്കണത്? അതിന്റെ 2-3 പേജുകളൊന്ന് വായിച്ചോളൂ, പരസ്യമായി തന്നെ വായിച്ചോളൂ. അവിടെ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ പേരിൽ മതരാഷ്ട്രവാദം പറയുന്ന ആളുകൾ അവരുടെ നിലപാടുകൾക്കെതിരെ സംസാരിക്കുന്നുണ്ട്. എന്നാൽ ഇസ്ലാമിക രാഷ്ട്രം, ആ ഇസ്ലാമിക രാഷ്ട്രം എന്താണ് എന്നും അതിന്റെ മഹത്വം എന്താണ് എന്നും അതിന്റെ പ്രത്യേകത എന്താണ് എന്നും ഈ ഇന്ത്യ രാജ്യത്തുള്ള മനുഷ്യ സമൂഹത്തോട് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കാനും മുജാഹിദ് പ്രസ്ഥാനം തയ്യാറാണ്. അല്ലാതെ ഇസ്ലാമിക രാഷ്ട്രം എന്നിങ്ങനെ പറയാ, പക്ഷെ ഇസ്ലാമുമായിട്ട് ഒരു ബന്ധമില്ലാത്ത, എല്ലാ കാര്യങ്ങളും ഒരു ബന്ധവുമില്ലാത്ത പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുക, ആ നിലപാടല്ല ഞങ്ങൾക്കുള്ളത് എന്ന് സദറുദ്ദീൻ മൗലവി മനസ്സിലാക്കിയിരിക്കൂ. പിന്നെന്താ ഇവിടുത്തെ വലിയൊരു പ്രശ്നം? ഇബ്നു തൈമിയ്യയുടെ പേരിൽ പറഞ്ഞ കളവാണ്. ഇബ്നു തൈമിയ്യയുടെ പേരിൽ കളവ് പറഞ്ഞു എന്ന് അനസ് മൗലവി വെറുതെ പറഞ്ഞു എന്നാണ് ഇവിടെ ഒരു മൗലവി പ്രസംഗിക്കാൻ ശ്രമിക്കുന്നത്. ഞാൻ പറയുന്നു, ഇബ്നു തൈമിയ്യയുടെ പേരിൽ നിങ്ങൾ പറഞ്ഞത് കളവാണ് എന്നത് ഇനിയും ഞാൻ സമർത്ഥിച്ചു തരാൻ തയ്യാറാണ്. നിങ്ങൾ എന്താ വിചാരിച്ചത്? ഇദ്ദേഹം കൊണ്ടുവന്ന ഒരു ബുക്കും ആ ബുക്കിൽ അദ്ദേഹം പറയുന്ന കാര്യവും നമുക്കൊന്ന് കേട്ടുനോക്കാം. എന്നിട്ട് ഞാൻ വിശദീകരിച്ചു തരാം. അദ്ദേഹം തന്നെ പറയട്ടെ. ആരൊക്കെയാ അവതരിപ്പിച്ചിട്ടുള്ളത്? അത് ഖുർആനിലുള്ളതാണ്, അത് ഹദീസിലുള്ളതാണ്, അത് ഇസ്ലാമിക പാരമ്പര്യത്തിലെ പണ്ഡിതന്മാരിലുള്ളതാ. ഭരണവും രാഷ്ട്രീയവും ഇസ്ലാമിന്റെ അടിസ്ഥാന ഭാഗ. ഇമാം ഇബ്നു തൈമിയ്യ, സലഫി പണ്ഡിതനായ ഇബ്നു തൈമിയ്യ, അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്, അസ്സിയാസത്തു ശർഇയ്യ ഫി ഇസ്ലാഹിർ റാഇ വർ-റഇയ്യ, പ്രൗഢമായ പുസ്തകം. ആ പുസ്തകത്തില് അദ്ദേഹം പറയുന്നുണ്ട്, യജിബു അൻ യഅരിഫ അന്ന വിലായത അംരി നാസി മിൻ അഅ്ളമി വാജിബാത്തിദ്ദീൻ ബൽ ലാ ഖിയാമ ലിദ്ദീൻ ഇല്ലാ ബിഹാ. നിങ്ങൾ മനസ്സിലാക്കണം, നിർബന്ധമാണ് നിങ്ങൾ അറിയൽ, ജനങ്ങളുടെ ഭരണാധികാരം കയ്യേൽക്കുക എന്നത് ദീനിന്റെ നിർബന്ധ ബാധ്യതകളിൽ ഏറ്റവും മഹത്തരമാണ്. ബൽ ലാ ഖിയാമ ലിദ്ദീൻ ഇല്ലാ ബിഹാ, ഭരണമില്ലാതെ ഇസ്ലാമിന് നിലനിൽപ്പില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇബ്നു തൈമിയ്യ പറയാ. അപ്പൊ ഞാൻ ഇതൊരു സ്ഥലത്ത് ഉദ്ധരിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഭരണമില്ലാതെ ദീനിന് നിലനിൽപ്പില്ല എന്നാണ് ഇബ്നു തൈമിയ്യ പറഞ്ഞത്. അന്ന് മാത്രല്ല പറഞ്ഞത്, ഭരണമില്ലാതെ ദീനിന് മാത്രല്ല ദുനിയാവിന് നിലനിൽപ്പില്ല എന്ന് ഇബ്നു തൈമിയ്യ പറഞ്ഞാണ്. ലാ ഖിയാമ ലിദ്ദീനി ഇല്ലാ ബിഹാ വലാ ലിദുനിയ, ദുനിയാവിനും ഇല്ല എന്ന് ഇബ്നു തൈമിയ്യ പറഞ്ഞാണ്. ജമാഅത്ത് പ്രസംഗകൻ ഇബ്നു തൈമിയ്യന്റെ ഉദ്ധരണി കേട്ടു. ഇനി ഈ ആദ്യ അനൗൺസ്മെന്റ് ആയിട്ട് വരരുത് എന്ന വാക്ക് മാത്രമല്ല, ദുനിയാവ് എന്നും ഉണ്ടായിരുന്നു. അത് ഞാൻ ഉപേക്ഷിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇവിടെ എനിക്ക് മറുപടി പറയാൻ വരുന്ന സുഹൃത്ത്, എന്നിട്ട് അദ്ദേഹം ജമാഅത്ത് പ്രസംഗകൻ കളവ് പറഞ്ഞു എന്നൊക്കെ പ്രസംഗിച്ചു. ഇത് ഇബ്നു തൈമിയ്യയുടെ അസ്സിയാസത്തു ശർഇയ്യയിൽ നിന്നുള്ള ഉദ്ധരണിയാ. ദാറുൽ കിതാബിൽ അറബി ബിൽ മിസ്ർ. ഇതിൽ ദുനിയാവ് എന്നുള്ള വാക്കേ ഇല്ല. വല്ലാ ഖിയാമ ലിദ്ദീനി ഇല്ലാ ബിഹാ, ഭരണമില്ലാതെ ദീനിന് നിലനിൽപ്പില്ല എന്നാണ് ഇബ്നു തൈമിയ്യ പറഞ്ഞത്. എന്നിട്ട് എന്റെ പേരിൽ മാത്രമല്ല, ഇബ്നു തൈമിയ്യന്റെ പേരിൽ വരെ കളവ് പറഞ്ഞു. ഇരിക്കട്ടെ, ഇനി ദുനിയാവ് ഉണ്ടായി, എന്നാൽ എന്താ? ബല്ലാ ഖിയാമ ലിദ്ദീനി ഇല്ലാ ബിഹാ, ഭരണമില്ലാതെ ദീനിന് നിലനിൽപ്പില്ല, ഭരണമില്ലാതെ ദുനിയാവിന് നിലനിൽപ്പില്ല. ദീനിന്റെയും ദുനിയാവിന്റെയും ഭരണം സ്ഥാപിക്കൽ ദീനിന്റെ നിർബന്ധ ബാധ്യതയാണെന്നല്ല. അപ്പൊ ഒരു അർത്ഥം, അത് ജമാഅത്തെ ഇസ്ലാമിക്ക് കൂടുതൽ ബലാണ് നൽകുന്നത്. അപ്പൊ ഭരണമില്ലാത്ത ദീൻ സങ്കല്പ വീട് പോലെയാണ് എന്ന് പറഞ്ഞത് മതരാഷ്ട്രവാദമാണെങ്കിൽ, സലഫി പണ്ഡിതനായ ഇബ്നു തൈമിയ്യയെയും നിങ്ങൾ മതരാഷ്ട്രവാദി എന്ന് വിശേഷിപ്പിക്കേണ്ടി വരുമെന്ന് പറഞ്ഞത് കളവ്. അതുപോലെ തന്നെ ഇബ്നു തൈമിയ്യ പറഞ്ഞതും മൗദൂദി പറഞ്ഞതും അത് രണ്ടും ഒരുപോലെയാണെന്ന് പറഞ്ഞതും കളവ്. പിന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പിന്നെ പറയാനുള്ളത്, അദ്ദേഹത്തിന് കിട്ടിയ കോപ്പിയിൽ എന്തില്ല? വലാലി ദുനിയ ഇല്ല.
പണ്ട് പേരോട് മുസ്ലിയാർ പയ്യന്നൂർ വന്നപ്പോ ഒരു ആയത്ത് ഓതി. ആയത്തെന്നറിയോ? വകം മിൻ മലക്കിൻ ഫിസ്സമാവാതി വൽ അർളി. ഒരു ആയത്ത് ഓതിയതാ. ഞാൻ പറഞ്ഞു വല്ല അർളിന്ന് അവിടെ ഇല്ല എന്ന് പറഞ്ഞു. വകം മിൻ മലക്കിൻ ഫിസ്സമാവാതി എന്നേ ഉള്ളൂ അല്ലാഹുവിന്റെ ഖുർആനിൽ. മൂപ്പര് പറയാ ഇബ്നു തൈമിയുടെ കിതാബിൽ അതുണ്ട്. ആള് ചെയ്യേണ്ട എന്താ? അതിപ്പോ ഇവിടെ തെറ്റിപ്പോയതാണ്, ഞാൻ തെറ്റി വായിച്ചതാണ് എന്നല്ല പറയേണ്ടത്. അല്ല, ഖുർആൻ അങ്ങനെ ഇല്ലെങ്കിൽ ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ടായിട്ട് എന്താ കാര്യം? ഖുർആൻ വേണ്ടേ? ഇവിടെ ഉണ്ടായിട്ട് എന്താ കാര്യം? ഖുർആൻ വേണ്ടേ? വകം മിൻ മലക്കിൻ ഫിസ്സമാവാതി വൽ അർളി എന്ന് ഖുർആനിലുണ്ടോ? ഇല്ല. വകം മിൻ മലക്കിൻ ഫിസ്സമാവാതി എന്നേ ഖുർആനിലുള്ളൂ. അപ്പൊ പറയാ ഇബ്നു തൈമിയുടെ ഖായിദത്തുൻ ജലീല ഫി തവസ്സുൽ വൽ വസീല എന്ന് പറയുന്ന കിതാബിലുണ്ട്. അതുണ്ടെങ്കിൽ അത് വെട്ടണം, അവിടുന്ന് വെട്ടണം, എന്നിട്ട് തിരുത്തി ഓതണം, ഖുർആൻ ഉള്ളതുപോലെ ഓതണം. മനസ്സിലായോ? ആ മൂപ്പർക്ക് കിട്ടിയ കോപ്പിയിലില്ല. നിങ്ങളുടെ കോപ്പിയിലില്ലെങ്കിൽ എഴുതി വെച്ചോണം എന്റെ മുകളിൽ. എന്ത്? വലാലി ദുഞ്ഞ എന്നുണ്ട്, വലാലി ദുഞ്ഞ എന്നുണ്ട് എഴുതി വെച്ചോണം. നിങ്ങളുടെ കോപ്പിയിൽ ഇല്ലെങ്കിൽ അവിടെ എഴുതി വെക്കണം വലാലി ദുഞ്ഞ എന്ന്. ഞാൻ കണ്ട കോപ്പിയിലുണ്ട്. ഞാൻ കണ്ട കോപ്പിയിൽ മാത്രല്ല, പിടിച്ചോ, എണ്ണിക്കോ. മദാരിക്കുൻ നളർ ഫി സിയാസിയ എന്ന ഗ്രന്ഥം, ആ ഗ്രന്ഥം ഖാല ഇബ്നു തൈമിയ يجب أن يعرف أن ولاية أمر الناس من أعظم واجبات الدين بل لا قيام للدين ولا الدنيا إلا بها. കേട്ടോ, രണ്ടുമുണ്ട്. ഒന്നുകൂടി കേൾക്കണോ? ഖാല ഇബ്നു തൈമിയ يجب أن يعرف أن ولاية أمر الناس من أعظم واجبات الدين بل لا قيام للدين والدنيا إلا بها. ഞാൻ കണ്ട കോപ്പി മാത്രല്ല, നേരെ മറിച്ച് അബ്ദുൽ മാലിക് ഇബ്നു അഹ്മദ് ഇബ്നു മുബാറക് കണ്ട കോപ്പി. അതുപോലെ കേട്ടോളൂ, വീണ്ടും കേട്ടോളൂ. ദറാസത്തുൽ അദബിയ എന്ന ഗ്രന്ഥം, മുഹമ്മദ് ഫുആദിന്റെ ഗ്രന്ഥം, അവിടെ കാണാം വജാഅ ഫീ കിതാബ് അസ്സിയാസിയത്തു ശർഇയ്യ. അസ്സിയാസിയത്തു ശർഇയ്യ എന്ന കിതാബിൽ വന്നത് എന്താ വന്നത്? യജിബു അൻ യുഅറഫ അന്ന വിലായത അംരി നാസ് മിൻ അഅ്ലമി വാജിബാത്തിദ്ദീൻ ബൽ ലാ ഖിയാമ ലിദ്ദീനി വലാ ലിദ്ദുനിയ ഇല്ലാ ബിഹാ. രണ്ട്. മൂന്നാമത്തെ കിതാബ് പിടിച്ചോ. അതെ കേട്ടോളൂ. അൽ മുൽഖിസ് അൽ ഫിഖ്ഹി ഖാല ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ യജിബു അൻ യുഅറഫ അന്ന വിലായത അംരി നാസി മിൻ അഅ്ലമി വാജിബാത്തിദ്ദീനി ബൽ ലാ ഖിയാമ ലിദ്ദീനി വലാ ലിദ്ദുനിയ ഇല്ലാ ബിഹാ. ഇനി പിടിച്ചോ. നാലാമത്തെ കിതാബ് അൽ ഇൽമാമു ബിമൻഹജി സലഫ് ഫി തആമുലി മഅൽ ഹുക്കാം എന്ന ഗ്രന്ഥം, അബി ഉമർ ഉസാമയുടെ ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ കാണാം ഖാല ശൈഖുൽ ഇസ്ലാം റഹിമഹുല്ലാ യജിബു അൻ യുഅറഫ അന്ന വിലായത ഉമൂരിൻ നാസി മിൻ അഅ്ലമി വാജിബാത്തിദ്ദീനി ബൽ ലാ ഖിയാമ ലിദ്ദീനി വലാ ലിദ്ദുനിയ ഇല്ലാ ബിഹാ. ഇനി പിടിച്ചോ. അഞ്ചാമത്തെ കിതാബ് എവിടെയാണ്? അസ്സാരിമുൽ മുങ്കി അല അബ്ദുറഹ്മാനിൽ മക്കി എന്ന പണ്ഡിതൻ എന്ന ഗ്രന്ഥം, അബു അബ്ദുറഹ്മാൻ ഫൗസി എഴുതിയ ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ കാണാം ഖാല ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ യജിബു അൻ യുഅറഫ അന്ന വിലായത ഉമൂരിൻ നാസി മിൻ അഅ്ലമി വാജിബാത്തിദ്ദീനി ബൽ ലാ ഖിയാമ ലിദ്ദീനി വദ്ദുനിയ ഇല്ലാ ബിഹാ. പിടിച്ചോ. ആറാമത്തെ കിതാബ് ഫതാവ ഫി തക്ഫീർ വയഖൂലു ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ യജിബു അൻ യുഅറഫ അന്ന വിലായത അംരി നാസി മിൻ അഅ്ലമി വാജിബാത്തിദ്ദീനി ബൽ ലാ ഖിയാമ ലിദ്ദീനി വലാ ലിദ്ദുനിയ ഇല്ലാ ബിഹാ. പിടിച്ചോ. ഇബ്നു തൈമിയയുടെ തന്നെ മജ്മൂ ഫതാവ, ഇബ്നു തൈമിയയുടെ ഗ്രന്ഥങ്ങൾ ക്രോഡീകരിച്ച കിതാബ്. ആ കിതാബിൽ കൃത്യമായി എഴുതുകയാണ് യജിബു അൻ യുഅറഫ അന്ന വിലായത അംരി നാസ് മിൻ അഅ്ലമി വാജിബാത്തിദ്ദീനി ബൽ ലാ ഖിയാമ ലിദ്ദീനി വലാ ലിദ്ദുനിയ ഇല്ലാ ബിഹാ. സദറുദ്ദീൻ മൗലവിക്ക് കിട്ടിയ കോപ്പി ഇല്ലാതെ ഞാൻ എന്താ ചെയ്യാ? അപ്പോ ആ കോപ്പിയിൽ നിങ്ങൾ എഴുതി വെക്കണം വലാ ലിദ്ദുനിയ. മനസ്സിലായോ? ഉള്ളതുപോലെയാണ് ഓതേണ്ടത്. അല്ലാതെ എന്റെ കിതാബിലില്ല അതുകൊണ്ട് ഞാൻ വായിക്കൂല എന്ന ദാർഢ്യം വേണ്ട. സിയാസിയത്തു ശർഇയ്യ കണ്ട ഭുവനപ്രസിദ്ധരായ ഉലമാക്കൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ചതടക്കം ഇബ്നു തൈമിയയുടെ ഗ്രന്ഥങ്ങളിലടക്കം ആ വാക്കുണ്ട്. അതിന്റെ സാമ്പിളുകളാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി വലാലി ദുനിയ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മൗദൂദി പറഞ്ഞതും അതുപോലെ തന്നെ പിന്നെ ഇബ്നു തൈമിയ പറഞ്ഞു ഒന്നാണെന്നല്ല നിങ്ങൾ വരുത്താൻ ശ്രമിച്ചത്, അതിനാണ് നിങ്ങൾ പരിശ്രമിച്ചത്. അല്ലാന്നാ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്. എന്താ മിണ്ടാത്തത്? അല്ലാന്നാ പറഞ്ഞത്. എന്റെ സദറുദ്ദീൻ മൗലവി അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം
അദ്ദേഹം ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ചോദിക്കും, നിങ്ങൾ ചർച്ചക്കുണ്ടോ എന്നൊക്കെ ആദ്യം കഴിഞ്ഞ പ്രാവശ്യം. ഇപ്പൊ ഇത്തവണ വന്നിട്ട് പറയണ ഇല്ല, ഞാനില്ലാതാ. നിങ്ങൾ അങ്ങനെ പോകരുത്, നിങ്ങൾ ഇരുത്തിയിട്ടേ ഞങ്ങൾ വിട്ടുണ്ടാവുള്ളൂ, നിങ്ങളോട്ടൊന്ന് ഇരിക്കണം എന്ന് ഞങ്ങളുടെ വലിയൊരു ആഗ്രഹം. നിങ്ങളുടെ അൽമുർഷിദൊക്കെ ഒന്ന് നന്നായിട്ട് വായിക്കണ്ട്, നിങ്ങൾ വേറൊന്നും വായിക്കാം, നിങ്ങളുടെ അൽമുർഷിദ് വായിക്കാനൊന്നിരിക്കാമോ? വളരെ സിമ്പിളായ ഒരു കാര്യമാണല്ലോ. നിങ്ങൾ ബാക്കിയൊക്കെ ഈ ജാതി കിതാബൊക്കെ എടുത്തിരിക്കും, നിങ്ങൾ പേടിക്കണ്ട, നമുക്കൊന്ന് അൽമുർഷിദ് വായിക്കാതിരിക്കാം. അൽമുർഷിദ് എന്ന് വായിക്കും. നിങ്ങൾ കെട്ടുകണക്കിനൂടെ കൊണ്ടുവന്നിട്ടല്ലോ, ആ കെട്ടുകണക്കിന് കോപ്പി, ഫോട്ടോ കോപ്പി, ആ ഫോട്ടോ കോപ്പി നിങ്ങളുടെ കയ്യിലുണ്ട്. അതിന്റെ നമുക്കല്ല ഒറിജിനൽ വെച്ച് തന്നെ നമുക്കൊന്ന് വായിക്കാം, എന്നിട്ട് ആ വിഷയത്തിന് തീരുമാനമാക്കാം. നിങ്ങൾ എന്തിനാണ് ഈ രൂപത്തിൽ? നിങ്ങൾ പേടിക്കേണ്ട, ഞങ്ങള് കടിച്ചിരുന്ന മനുഷ്യന്മാരൊന്നുമല്ല, വർത്തമാനം പറയാം സ്നേഹത്തോടെ. ഇനി നിങ്ങൾ നോക്കൂ, ഞാൻ ഈ വിഷയത്തിലേക്ക് വരാം. ഇബ്നു തൈമിയ പറഞ്ഞതും മൗദൂദി പറഞ്ഞതും ഒന്നാണോ? അല്ല. മൗദൂദി പറഞ്ഞതും ഇബ്നു തൈമിയ പറഞ്ഞതും ഒന്നല്ല. നേരെ മറിച്ച് മൗദൂദിയും ഇബ്നു തൈമിയയും രണ്ടു തട്ടിലാണ്. മൗദൂദിയും ഇബ്നു തൈമിയയും രണ്ടു തട്ടിലാണ് എന്ന് ഞാൻ പറയുകയല്ല. നേരെ മറിച്ച് കണ്ടോ, ഇത് വിമർശിക്കപ്പെടുന്ന മൗദൂദി എന്ന് പറയുന്ന പുസ്തകമാണ്. ആ പുസ്തകത്തിൽ വ്യക്തമായി ഇബ്നു തൈമിയയുടെ വീക്ഷണം മൗദൂദിയുടെ വീക്ഷണം രണ്ടും രണ്ടാ. ഏത് വിഷയത്തിൽ? റുബൂബിയത്തിന്റെ ഉലൂഹിയത്തിന്റെ വിഷയത്തിൽ. റുബൂബിയത്തിന്റെ വിഷയത്തിലും ഉലൂഹിയത്തിന്റെ വിഷയത്തിലും ഇബ്നു തൈമിയയുടെ വീക്ഷണം വേറെ, മൗദൂദിയുടെ വീക്ഷണം വേറെ, രണ്ടാക്കി തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി അത് മാത്രമാണോ? അല്ല. ഇസ്ലാമിക പ്രസ്ഥാനം മുൻഗണനാക്രമം എന്ന് പറയുന്ന യൂസുഫുൽ ഖർലാവിയുടെ പുസ്തകം, ആ പുസ്തകത്തിലും കാണാം ഇതിന്റെ 184-ാമത്തെ പേജിൽ അതേ ഇബ്നു തൈമിയയുടെ ഫത്വ. ആ ഫത്വയിൽ പറയുന്നു, യൂസുഫ് നബി ഈജിപ്തിലെ രാജാവിന്റെ കീഴിൽ ധനകാര്യ വകുപ്പ് ഏറ്റെടുത്തത് ഈ ഇനത്തിൽ പെടുന്നു. ഈജിപ്തിലെ രാജാവിന്റെ കീഴിൽ അദ്ദേഹം എന്തെടുത്തു? ധനകാര്യ വകുപ്പ് ഏറ്റെടുത്തു. രാജാവും അദ്ദേഹത്തിന്റെ സമൂഹവും നിഷേധികളായിരുന്നു, ഖുർആൻ പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഖുർആനിൽ ആയത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നു, നിഷേധികളായ അവർക്ക് ധനം പിരിച്ചെടുക്കുന്നതിലും ചെലവഴിക്കുന്നതിലും അവരുടേതായ നടപടിക്രമങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അനിസ്ലാമിക വ്യവസ്ഥയുണ്ടാകും എന്നർത്ഥം. അവ പ്രവാചകന്മാരുടെ നീതിശാസ്ത്രവുമായി ഒത്തുപോകുന്നതാവുകയില്ല. അള്ളാഹുവിന്റെ ദീനിൽപ്പെട്ട താൻ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും നടപ്പാക്കുവാൻ യൂസുഫ് നബിക്ക് സാധ്യവുമല്ല. സമൂഹം അദ്ദേഹത്തെ വിശ്വസിച്ചിട്ടില്ലല്ലോ, പക്ഷേ അദ്ദേഹം സാധ്യമാകുന്ന നീതിയും നന്മയും ചെയ്തു. വിശ്വാസികളായ തന്റെ കുടുംബത്തെ ആദരിക്കുവാൻ തന്റെ അധികാരം ഉപയോഗപ്പെടുത്തി. അധികാരമില്ലെങ്കിൽ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നില്ല. ഇതൊക്കെ നിങ്ങൾ കഴിയുന്നത്ര അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന ഖുർആൻ വചനത്തിന്റെ വരുതിയിൽ വരുന്നു എന്ന് പറഞ്ഞാൽ അനിസ്ലാമിക ഗവൺമെന്റിന്റെ കീഴിൽ കുഞ്ചിക സ്ഥാനം വഹിക്കാം എന്നാണ് ഇബ്നു തൈമിയ പറയുന്നത്. പറ്റൂല എന്നാണ് ഖുത്ബാത്ത് പറയുന്നത്, മൗദൂദി പറയുന്നത്. പറ്റൂല എന്നാണ് ഭരണഘടനയിൽ ജമാഅത്തെ ഇസ്ലാമി എഴുതി വെച്ചത്. പിന്നെ ഇബ്നു തൈമിയ വായിച്ചിട്ട് എന്താ കാര്യം? മൗദൂദി പറഞ്ഞതല്ല ഇബ്നു തൈമിയ പറഞ്ഞത്. മൗദൂദിയുടെ വീക്ഷണം വേറെ, ഇബ്നു തൈമിയുടെ വീക്ഷണം വേറെ. മറുപടി ഇതാണ്, അതിനാ മറുപടി പറയേണ്ടത്. അല്ലാതെ ഒരു കിതാബ്, അത് വലാലുദ്ദീൻ എന്നല്ലാത്തൊരു കിതാബ്, ആ കിതാബ് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ മൂപ്പര് വെല്ലുവിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങളുടെ വെല്ലുവിളിക്ക് ഞങ്ങളൊരു വിലയും കൽപ്പിക്കണില്ല. നിങ്ങളെന്താ വെല്ലുവിളി? എന്ത് വെല്ലുവിളിയൊക്കെ നിങ്ങൾ നടത്തിയത്? എന്റെ അവസാനം ഫുട്ബോൾ കളിയാണെന്ന് പറഞ്ഞത്. മൂപ്പര് ഫുട്ബോൾ കളിക്കായിരിക്കും പറയും, ഞങ്ങൾ അതിനല്ല പറയണത്, ഞങ്ങൾ ഈ കാര്യം കൃത്യമായി പറയാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇതൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം അവസാനം പറയാണ്, ഞങ്ങൾ എന്തായിരുന്നാലും അങ്ങനെ തർക്കത്തിനൊന്നും ഇല്ല, അതുകൊണ്ട് നിങ്ങൾ സമസ്തയായിട്ട് ചേർന്നിട്ട് എന്തെടുക്കണോ, ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് എഴുതിക്കൊണ്ടെന്ന് ജമാഅത്തെ ഇസ്ലാമിക്ക് കൊടുത്താൽ ഞങ്ങൾ ഈ പ്രശ്നത്തിലേക്ക് ഒരു പരിഹാരം കണ്ടോളാം. ഇവരുടെ ധീരമായിട്ടുള്ള ബന്ധം നിങ്ങൾ ചിന്തിക്കണോ? ഇതുപോലെ ഇസ്ലാമിക വിഷയങ്ങൾ, ഖുനൂത്ത്, കൂട്ടുപ്രാർത്ഥന, അതുപോലെ വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളിൽ എന്താ ചെയ്യേണ്ടത്? മുജാഹിദുകളും സമസ്തയും കൂടി ഒരു തീരുമാനം എടുത്തിട്ട് നേരെ കൊണ്ടുവന്നിട്ട് ആർക്ക് കൊടുക്കണോ? ജമാഅത്തെ ഇസ്ലാമി കൊടുത്ത് ജമാഅത്തെ ഇസ്ലാമി സ്വീകരിച്ചോളാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കേട്ടോളൂ. ഇപ്പോ ഇത്തരം വിഷയങ്ങൾ ഏറ്റെടുക്കുക, എന്നിട്ട് ഇതിന്റെ പേരിൽ ഖണ്ഡന പ്രസംഗം നടത്തുക, തെരുവിൽ തമ്മിലടിക്കുക, എന്നിട്ട് പറയാം ജമാഅത്തെ ഇസ്ലാമിക്ക് ഫിഖ്ഹിൽ നിലപാടില്ല, അങ്ങനെയാകാം. തറാവീന്റെ റക്അത്തിൽ ജമാഅത്ത് ഒരു നിലപാട് എടുത്തോളാം. 11 11, 21 21. കുനൂത്ത് വേണോ വേണ്ട തീരുമാനിച്ചോളാം. ഒരു ചെറിയ ഉപകാരങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾ രണ്ട് പണ്ഡിത സംഘടന കുറെ കാലമായല്ലോ തർക്കിക്കണം, കേരള ജമിയത്തുൽ ഉലമയും സമസ്ത കേരള ജമിയത്തുൽ ഉലമയും. നിങ്ങൾ രണ്ട് പണ്ഡിത സഭയും കൂടി ഇരുന്നിട്ട് ഒരു തീരുമാനം എടുത്തിട്ട് ആ ഒരു ലെറ്റർ പാഡിൽ എഴുതിയിട്ട് ഇങ്ങോട്ട് കൊണ്ടോ, ഞങ്ങൾ അംഗീകരിച്ചോളാം. നിങ്ങൾക്കൊരു തീരുമാനത്തിൽ എത്താൻ കഴിയണ്ടേ?
തീരുമാനത്തിലെത്താൻ കഴിയാത്ത വിഷയത്തിൽ തർക്കിക്കുക എന്നതാണ് മതസംഘടനകളുടെ അജണ്ട. പൂർത്തിയാക്കാൻ കഴിയുന്ന വിഷയങ്ങൾ ഏറ്റെടുത്ത് പൂർത്തീകരിക്കുക എന്നതാണ് ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ശൈലി. ഒരു വീട് നിർമ്മിക്കാൻ തീരുമാനിച്ചാൽ പൂർത്തിയാക്കാൻ പറ്റും. അതാണ് ഇസ്ലാമിക പ്രസ്ഥാനം ചെയ്യുക. നിങ്ങൾ തർക്കിച്ച് തീരുമാനത്തിൽ എത്താൻ പറ്റാത്ത വിഷയത്തിൽ ചെയ്യും. അതാണ് സംഘടനാ പ്രവർത്തനം. സംഘടനയും പ്രസ്ഥാനവും തമ്മിലുള്ള വ്യത്യാസത കണ്ടോ? അപ്പൊ ഇവരുടെ സംഗതി വളരെ എളുപ്പം. വീട് വെച്ച് കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. അതിവിടെ മഹാതാമ്പ്രധാനമായി ദൈവക്ക് ചെയ്യില്ലേ. അതുകൊണ്ട് അവരിപ്പോ ഞങ്ങളുടെ കാര്യമൊക്കെ അതാവും. എത്ര വീട് വെച്ച് കൊടുത്തു സുനാമി ദുരന്തത്തിലേക്ക് അമൃതാനന്ദമായി. അതുകൊണ്ട് എന്താ കാര്യം? പണ്ട് നമ്മുടെ മലപ്പുറം ജില്ലയിലല്ലേ സായിപ്പ് വന്നത്, അരി കൊടുത്ത്. അവസാനം ഉമ്മ പോയി അരിയൊക്കെ വാങ്ങിയിട്ട് വന്നിട്ട് പറഞ്ഞില്ലേ, എത്ര നല്ല മനുഷ്യരാ, പറഞ്ഞിട്ട് എന്താ കാഫറായി പോയില്ലെന്ന് ചോദിച്ചില്ലേ? എത്ര നല്ല മനുഷ്യരാ, കാഫറായി പോയില്ലേന്ന് ചോദിച്ചു. ഇതാണ് അവസ്ഥ. നിങ്ങൾ വീട് വെച്ചോളൂ, നിങ്ങൾ വീട് ഒന്നല്ല രണ്ടെണ്ണം വെച്ചോളൂ, ഒരു പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. പക്ഷെ ഇവിടുത്തെ ദീൻ, നിങ്ങളുടെ ദീൻ അതാ പ്രശ്നം. നിങ്ങളുടെ ദുനിയാവല്ല. നിങ്ങൾക്ക് ഒരുപാട് പൈസ ഉണ്ടാവും, നിങ്ങൾ വീട് വെച്ചു കൊടുക്കുന്നുണ്ടാവും, അതൊക്കെ വെച്ചു കൊടുത്ത ഒരു പ്രശ്നമില്ല. ഞങ്ങളാൽ അവിടെ രൂപത്തിൽ ഞങ്ങൾ സഹായിച്ചു തരാന്. പക്ഷെ നിങ്ങളുടെ ദീനൊന്ന് നോക്ക്. അതാ പ്രശ്നം. നിങ്ങളുടെ ദുനിയാവ് മാത്രം നോക്കിയാൽ മതിയോ? നിങ്ങളുടെ ദീനം നോക്ക്. ദീനിന്റെ കാര്യത്തിൽ ഒരു പറയാ, നമ്മള് സമസ്തക്കാരും കൂടെ എഴുതി ഒപ്പിട്ട് കൊടുത്താൽ അത് തീരുമാനിച്ചോളാം. ഇങ്ങനെ തീരുമാനം ഉണ്ടാക്കല് യുക്തിവാദികളായിട്ട് ഇവിടെ തർക്കമുണ്ടെന്ന് വിചാരിക്കും. അള്ള ഉണ്ടോ ഇല്ലേ? ഇവരോട് ചോദിക്കും, അള്ള ഉണ്ടോ ഇല്ലേ? നിങ്ങൾ തീരുമാനിച്ചിട്ട് ഒരു ലെറ്റർ ഹെഡിൽ എഴുതിക്കൊണ്ട് തന്നാ മതി. എന്ത് കഷ്ടാണ് ഇങ്ങനെ കാര്യം പഠിക്കല്. എന്ത് ഗതികേടാ ഇത്. മാത്രല്ല അള്ളാഹുവിന്റെ കിതാബ് ഇവർക്ക് സ്വീകരിക്കാൻ പറ്റൂല. അതാണ് വേറൊരു വിഷയം. അതാണ് ഈ പ്രശ്നം. ഇവർക്ക് എന്ന് വെച്ചാൽ അള്ളാഹിന്റെ കിതാബ് സ്വീകരിക്കാൻ പറ്റൂല, ഹദീസ് സ്വീകരിക്കാൻ പറ്റൂല. എന്നാ വിശ്വാസികൾ അങ്ങനല്ല. ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും അയ്യഖൂലു സമിഅനാ വഅതഅനാ. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, മുഅ്മിനായ മനുഷ്യർ, വിശ്വാസികളായ ആളുകൾ, അവരുടെ വാക്ക് ഇപ്രകാരമായിരിക്കും. ഏത് ഘട്ടത്തിൽ? ലിയഹ്കുമ ബൈനഹും, അവർക്കിടയിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ട് വിധി പറയുവാൻ വേണ്ടി അല്ലാഹുവിലേക്ക് വരൂ, റസൂലുള്ളാഹിയിലേക്ക് വരൂ എന്ന് പറഞ്ഞവരെ വിളിച്ചു കഴിഞ്ഞാൽ അയ്യഖൂലു സമിഅനാ വഅതഅനാ, അല്ലാഹയാണോ പറഞ്ഞത്, റസൂലാണോ പറഞ്ഞത്, ഞങ്ങളതാ കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു എന്ന് പറയുന്നവരായിരിക്കും വിശ്വാസികൾ. അല്ലാഹ് പറയാണ്. അല്ലാതെ ആരെങ്കിലും എഴുതിക്കൊണ്ട് വരുന്നതല്ല. ഖുർആൻ എന്ത് പറഞ്ഞു, സുന്നത്ത് എന്ത് പറഞ്ഞു. പക്ഷെ ഇവരുടെ അവസ്ഥ കേട്ടോളൂ. ഇവരുടെ അവസ്ഥ ഖുർആൻ സുന്നത്ത് പറഞ്ഞ് ഇവർക്ക് നടപ്പാക്കാൻ പറ്റില്ല. ഇവരാദ്യം അവർ തന്നെ പൊട്ടിക്കും. ഒരു ഉദാഹരണം പറഞ്ഞു, ഇതുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു ഉദാഹരണം എളുപ്പം പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. കേട്ടോ, മൗലാന അബുൽ അല മൗദൂദി, അദ്ദേഹം പാകിസ്ഥാന് വേണ്ടി തയ്യാറാക്കിയ ഭരണഘടനയിൽ ഷൂറ ജനപ്രതിനിധി സഭയിലെ അംഗത്വത്തിന് പുരുഷനായിരിക്കുക എന്ന ഉപാധിയായി എഴുതി ചേർത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ പാകിസ്ഥാനിൽ അവിടെ പാർലമെന്റിലേക്കോ നിയമസഭയിലേക്കോ പോകുന്ന ആളുകൾ ആരായിരിക്കണം? പുരുഷനായിരിക്കണം. രാഷ്ട്രനായകത്വത്തിന് വേണ്ടി സ്ത്രീ മത്സരിക്കുന്ന കാര്യം പിന്നെ പറയാനില്ലല്ലോ. പിന്നെ പെണ്ണ് മത്സരിക്കുന്ന കാര്യം പറയാനില്ലല്ലോ. എന്ന് മാത്രമല്ല, പുരുഷന്മാർ സ്ത്രീകളുടെ നാഥന്മാരാണ് എന്ന ഖുർആനിക വചനവും തങ്ങളുടെ കാര്യം സ്ത്രീയെ ഏൽപ്പിച്ച ഒരു സമൂഹവും വിജയിക്കുകയില്ലെന്ന പ്രവാചക വചനവുമാണ് അദ്ദേഹം തെളിവായി ഉദ്ധരിക്കുന്നത്. അപ്പൊ പെണ്ണ് മത്സരിക്കാൻ പാടില്ലെന്ന് അള്ളാന്റെ ഖുർആനിൽ ആയത്തുണ്ട്, റസൂലുള്ളാഹിന്റെ ഹദീസുമുണ്ട്. രാഷ്ട്രനായകത്വമോ മന്ത്രി പദവിയോ പ്രതിനിധി സഭയിലെ അംഗത്വമോ മറ്റ് ഗവൺമെന്റ് പദവികളോ സ്ത്രീകൾക്ക് നൽകരുത് എന്നതിന് ഈ രണ്ട് വാക്യങ്ങളും ഖണ്ഡിതമായ തെളിവാണെന്നാണ് അദ്ദേഹത്തിന്റെ വാദം, മൗദൂദിയുടെ വാദം. എന്നുവെച്ചാൽ നെസ്സാണ്, ഖുർആന്റെ നെസ്സാണ്, ഖണ്ഡിതമായ തെളിവാണ്. പെണ്ണ് മത്സരിക്കാൻ പാടില്ല. രാഷ്ട്രീയവും ഭരണവും സ്ത്രീയുടെ പ്രവർത്തന വൃത്തത്തിൽ നിന്ന് പുറത്താണ്. മൗദൂദി പറയാ, രാഷ്ട്രീയവും ഭരണവും സ്ത്രീയുടെ, പെണ്ണിന്റെ, അവരുടെ പ്രവർത്തന വൃത്തത്തിൽ നിന്ന് പുറത്താണ്. എവിടെ ഇതുള്ളത്? ഇസ്ലാമിക ഭരണഘടനയുടെ 65-ാമത്തെ പേജിൽ, മൗദൂദിയുടെ ഇസ്ലാമിക ഭരണഘടന, അതിന്റെ അറബി പതിപ്പിന്റെ 65-ാമത്തെ പേജിലാണ് ഉള്ളത്. അപ്പൊ മൗദൂദി എന്താ പറഞ്ഞ? ഖുർആനിലെ ആയത്തിന്റെ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് ഉണ്ട്, പെണ്ണ് മത്സരിക്കാൻ പാടില്ല. അത് വെറുതെ അല്ല, നസ്സാണ്, അല്ല സൂചനയല്ല, നസ്സാണ്, ഖണ്ഡിതമാണ്. ഖണ്ഡിതമാണ് എന്ന് എഴുതി വെച്ചവിടെ. ഇത് റാഷിദുൽ അനീഷിയുടെ ബുക്കാണ്, IPH പുറത്തിറക്കിയതാണ്. സ്ത്രീ ഖുർആനിലും മുസ്ലിം ജീവിതത്തിലും എന്ന് പറഞ്ഞ പുസ്തകത്തിൽ നിന്നാണ് ഞാൻ വായിച്ചത്. പെണ്ണ് മത്സരിക്കാൻ പാടില്ല, അള്ളാഹിന്റെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഹദീസിലുണ്ട്.
ഇവിടെ മത്സരിച്ചില്ലേ? മത്സരിപ്പിച്ചില്ലേ? അപ്പൊ അള്ളാഹിന്റെ ഖുർആനും സുന്നത്തും പറഞ്ഞാൽ ആരും സ്വീകരിക്കൂല. അത് മൗദൂദി കണ്ടു പറഞ്ഞാൽ പോലും സ്വീകരിക്കൂല. അത് പറയാൻ വേണ്ടിയല്ല ഞാൻ വായിച്ചത്. അത് പറയാൻ വേണ്ടിയല്ല. നിങ്ങളങ്ങനെ തെറ്റിദ്ധരിക്കണം, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ബേജാറാകണ്ട. അത് പറയാൻ വേണ്ടിയല്ല ഞാനത് വായിച്ചത്. എന്നാൽ അതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കണോ? ആയിക്കോട്ടെ. ഇനി എന്താണെന്നറിയോ, ഇത് മൗദൂദി പറഞ്ഞു. ഇതിനാദ്യം ലംഘിച്ചാരാന്നറിയോ? ഇത് പറഞ്ഞ അതേ മൗദൂദി. അള്ളാന്റെ ആയത്തുണ്ട്, അള്ളാന്റെ റസൂലിന്റെ ഹദീസ് ഉണ്ട്, പെണ്ണ് മത്സരിക്കാൻ പാടില്ല, അത് ഗണ്യമാണ് എന്ന് ഫത്വ പറയുകയും അത് ഇസ്ലാമിക ഭരണയിൽ എഴുതി വെക്കുകയും ചെയ്ത അതേ മൗദൂദി എന്താ ചെയ്യുന്നത് കേട്ടോളൂ. വിമർശിക്കപ്പെടുന്ന മൗദൂദി എന്ന പുസ്തകം 78-ാമത്തെ പേജ്. അതെന്താ? ഫാത്തിമ ജിന്നക്ക് വോട്ട്. ആർക്ക്? ഫാത്തിമ ജിന്നക്ക് വോട്ട്. ഏതാ ഫാത്തിമ ജിന്ന? മുഹമ്മദ് അലി ജിന്ന. ജമാഅത്തുകാരൻ വിശേഷണം ബാക്കി നൽകാറുണ്ട്. 3 നേരവും പന്നിയിറച്ചി തിന്നുന്ന അൾട്രാ സെക്കുലറിസ്റ്റായ മുഹമ്മദ് അലി ജിന്നയുടെ പെങ്ങള് ഫാത്തിമ ജിന്ന. അല്ല മൗലവി, ഈ പറയുന്ന ജിന്നയുണ്ടല്ലോ, മുഹമ്മദ് അലി ജിന്ന, ആ ജിന്ന അടുക്കളയിൽ കയറിയിട്ടാണോ പന്നിയിറച്ചി ഉണ്ടാക്കുന്നത്? അല്ലല്ലോ. ഒന്നുകിൽ ഭാര്യ ഉണ്ടാക്കി കൊടുക്കണോ, അല്ലെങ്കിൽ സഹോദരി ഉണ്ടാക്കി കൊടുക്കണോ. അങ്ങനെ ഈ ഫാത്തിമ ജിന്ന എന്ന് പറയുന്ന പെങ്ങളാണ് മുഹമ്മദ് അലി ജിന്നക്ക് പന്നിയിറച്ചി ഉണ്ടാക്കി കൊടുക്കുന്നതെങ്കിൽ ആ മുഹമ്മദ് അലി ജിന്നയുടെ പെങ്ങളായ ഫാത്തിമ ജിന്ന, ആ ജിന്നയ്ക്ക് വോട്ട്. ആരുടെ വോട്ട് കേട്ടോളൂ. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ മുഹമ്മദ് അയ്യൂബ് തീരുമാനിച്ചു. ഇവർ തമ്മിൽ ഭയങ്കര പോട്ടിയാ. പാകിസ്ഥാൻ വിഭജിച്ചതിന് ശേഷം മൗദൂദി മുഹമ്മദ് അയ്യൂബ് പ്രസിഡന്റുമായിട്ട് ഭയങ്കര പ്രശ്ന. അവസാനം അയാൾക്ക് ദേഷ്യം പിടിച്ചിട്ട് കസേരയെ കുറിച്ച് വലിച്ചെറിഞ്ഞത് ഈ മുഹമ്മദ് അയ്യൂബ്. എന്നിട്ട് ഞാൻ മുല്ലാക്ക ഈ കസേര നോക്കി കുറെ കാലമായിട്ട് അടക്കുന്നുണ്ട്. ആര്? മൗദൂദി. വേറെ വിഷയമാണ്. നമുക്ക് ഇൻഷാ അല്ലാഹ് രഹസ്യരേഖകൾ കുറേശ്ശെ പുറത്തു വരുമ്പോ അതൊക്കെ അപ്പൊ പറയാം. ആയിക്കോട്ടെ. വോട്ടർമാരുടെ നിലപാട് എന്താവട്ടെ, അധികാരത്തിന്റെ ഉപകരണങ്ങൾ ഉപയോഗിച്ച് തന്റെ വിജയം സമൂഹത്തിന്റെ മേൽ കെട്ടിയേൽപ്പിക്കാൻ അയാൾക്ക് സാധിക്കുമല്ലോ. ഈ സന്ദർഭത്തിൽ ഉസ്താദ് മൗദൂദിയും അനുയായികളും സമാന ചിന്താഗതിക്കാരും ഇനിയും അയ്യൂബ് അധികാരത്തിൽ തിരിച്ചു വന്നാൽ അതോടെ ഉമ്മത്തിന്റെ എല്ലാ പ്രതീക്ഷകളും തകരുമെന്നുറപ്പുള്ളതിനാൽ എങ്ങനെയും ഈ അക്രമിയെ താഴെ ഇറക്കേടാണെന്നുറപ്പിച്ചു. പൊതുജനസമ്മതിയുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് അത് സാധിക്കുകയുള്ളൂവെന്നവർക്ക് ബോധ്യമായിരുന്നു. അങ്ങനെയാണ് പാകിസ്ഥാന്റെ പിതാവ് മുഹമ്മദ് അലി ജിന്നയുടെ സഹോദരി ഫാത്തിമ ജിന്നയുടെ പേര് നിർദ്ദേശിക്കപ്പെട്ടത്. കണ്ടോ? അപ്പോ മൗദൂദി പറയാ പെണ്ണ് മത്സരിക്കാൻ പാടില്ല, ഖുർആനെതിരാണ്, ഹദീസിനെതിരാണ്, അത് സൂചനയല്ല, നസ്സാണ്. എന്നാല് അതേ മൗദൂദി തന്നെ എന്തെടുക്ക? ഫാത്തിമ ജിന്നയെ സ്ഥാനാർത്ഥിയാക്ക. ഇവർ ദീനിന്റെ സമഗ്രതയൊക്കെ ഞങ്ങളോട് നിങ്ങൾ പറയരുത്. നിങ്ങൾ വേറെ ആരോടെങ്കിലും പോയിട്ട് അത് പറഞ്ഞു. നിങ്ങളുടെ സമഗ്രത ഞങ്ങളോട് പറയേണ്ടതില്ല എന്ന് ഓർപ്പിക്കുകയാണ്. ഇനി എന്താ മാന്യ സഹോദരങ്ങളെ, ഈ ഇദ്ദേഹത്തിന്റെ വിമർശനങ്ങളുടെ ശൈലികൾ കേൾക്കണം. ഞാൻ ഒരു ഉദാഹരണം എന്റെ മുജാഹിദ് സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണിത്, കാരണം ജമാഅത്തുകാർക്ക് വേണ്ടിയല്ല. ഇദ്ദേഹം പറയാണ് നമ്മുടെ നിലപാട് മാറിയ തെളിവ് പറയാം. ആര്? നമ്മുടെ സദറുദ്ദീൻ മൗലവി. ഒന്ന് കേട്ടോളൂ. കുനൂത്തോ? ഇപ്പൊ കുനൂത്തിനെ കുറിച്ചൊക്കെ അവരുടെ ചില സുഹൃത്തുക്കൾ പ്രസംഗിക്കുന്നത് കേട്ടാൽ നമ്മൾ ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിന്ന് പോകും. കുനൂത്ത് സുന്നത്താണ് എന്ന് ബഹുമാന്യനായ മർഹൂം കെ എം മൗലവി സാഹിബ് പറഞ്ഞിട്ടുണ്ട്. കെ എം മൗലവി സാഹിബ്, ഇ കെ മൗലവി സാഹിബ് ഒക്കെ ഇ കെ മൗലവി സാഹിബ് MCC, ഇ കെ മൗലവി സാഹിബും MCCയും ഒക്കെ ചേർന്ന് തയ്യാറാക്കിയ കിതാബുൻ അവൽ ഫിൽ അമലിയാത്ത് എന്ന ഒരു മദ്രസ പാഠപുസ്തകമുണ്ട്. ആ മദ്രസ പാഠപുസ്തകത്തിൽ പേജ് 13 ആമിറുൽ ഇസ്ലാം പ്രസ് തിരൂരങ്ങാടിയാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതിന്റെ പേജ് 13 കെ മൗലവി അല്ല, ഇ കെ മൗലവി, പി കെ മൗലവി, MCC അബ്ദുറഹ്മാൻ മൗലവി. അതിൽ പറയാ, നമസ്കരിക്കുന്നവൻ തന്റെ വസ്ത്രങ്ങളിൽ നിന്ന് ഏറ്റവും നല്ലത് ധരിക്കുകയും കുപ്പായമിടുകയും തലപ്പാവ് ധരിക്കുന്നതും സുന്നത്താകുന്നു. സുബഹിന്റെ അവസാനത്തെ എഴുത്തിദാലിലും മുസ്ലിങ്ങൾക്ക് വല്ല ആപത്തും സംഭവിച്ചാൽ 5 വക്ത് നമസ്കാരത്തിന്റെയും എഴുത്തിദാലിലും കുനൂത്ത് സുന്നത്തുണ്ട്. കുനൂത്തിന്റെ ഉത്തമമായ രൂപം ഇതാണ്. അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത് വആഫിനി ഫീമൻ ആഫൈത് എന്ന് പറഞ്ഞിട്ട് അത് തുടരുന്നു. ഇതുവരെ ബഹുമാന്യനായ ഇ കെ മൗലവിയും MCC മൗലവിയും ഒക്കെ പഠിപ്പിച്ചു കുനൂത്ത് സുന്നത്താണ്. അതും പിന്നെ ഇവര് നിരാകരിച്ചു. അപ്പൊ മുജാഹിദ് സംഘടന എവിടുന്നാ വരുന്നത് നമ്മൾ ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചരിത്രം പറയുന്നത്. മുമ്പ് കാലത്ത് അവരെടുത്ത വിശാലമായ നിലപാടുകളെ, കാഴ്ചപ്പാടുകളെ, ഇസ്ലാമികമായ ഉന്നതമായ നിലപാടുകളെ
ആ മുജാഹിദ് സംഘടന എടുത്തു എന്നതുകൊണ്ട് നമ്മൾ അതിനെ ആക്ഷേപിക്കേണ്ടതില്ല. ഉന്നതമായ നിലപാടുകൾ ആദ്യകാലത്ത് മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിച്ചിരുന്നു. ആ മുജാഹിദ് പ്രസ്ഥാനം പിന്നെ ആ ഉന്നതമായ നിലപാടുകൾ കൈയൊഴിക്കുകയും സംഘടനകളിലേക്ക് ചുരുങ്ങി വരികയും ചെയ്തു. കണ്ടോ, എന്തായാലും പറയാ, എന്താ നമ്മൾ ചെയ്യാ? ഇതൊക്കെ എത്ര കാലായി പേരോട് മുസ്ലിയാര്, നമ്മുടെ സുലൈമാൻ സക്കാഫി മാളിയേക്കല്, ഖുർആൻ തിരുത്തിയ സക്കാഫി ഉണ്ടല്ലോ, അതുപോലെ തന്നെ അലവി സക്കാഫി, ഇവരെപ്പോൾ ആൾക്കാർ പറഞ്ഞു നടന്ന നോട്ട് മൂപ്പര് പോയി അവിടുന്ന് ബുക്കൊക്കെ വാങ്ങിയിട്ട് ഇപ്പൊ കൊണ്ടുവരാ. ഇതൊക്കെ നാട് നീളെ മറുപടി പറഞ്ഞ കാര്യമാണ്. കിതാബുൽ അവൽ ഫിൽ അമലിയാത്ത്, ഇ കെ മൗലവി MCC ഇൻബ്രാക്കറ്റ് മർഹൂം എന്നൊക്കെ പറഞ്ഞ് പേരോട് വായിക്കട. നമ്മുടെ വാഴക്കാട് ഇദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് അബ്ദുറഹ്മാൻ സലഫിക്ക് പണ്ട് ഗണന പ്രസംഗം നടത്തുമ്പോ മറുപടിയൊക്കെ പറഞ്ഞ് ചർവണം ചെയ്ത ആ ബുക്ക് എടുത്തിട്ട് ഇപ്പൊ വന്നിരിക്കണ ഈ സാധുക്കളുടെ അവസ്ഥ. ഇതാ രഹസ്യരേഖയാണ്. സുബ്ഹാനല്ലാഹ്, നിങ്ങളൊന്ന് ആലോചിക്കുക, എന്ത് ഗതികേടായി. അത് വിശാല വീക്ഷണമുള്ളത് കൊണ്ടാണ്. ആ കാലയളവിൽ ഇസ്ലാഹി പ്രസ്ഥാനം സംബന്ധിച്ചിടത്തോളം ഇത് പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഘടനയായി ചാടി എണീറ്റ് വന്നല്ല. മൗദൂദി ആദ്യം കുറെ രഹസ്യ സംഘടനകളിലേക്ക് പോയി ചേർന്ന് പ്രവർത്തിച്ച ആളാണ്. പക്ഷെ അവിടെ നിന്നും തന്റെ ഉദ്ദേശം നടപ്പാകുന്നത് കണ്ടപ്പോ പുറന്നെ വന്നിട്ട് 1941 കാലഘട്ടങ്ങളിൽ തന്റെ നിലപാട് നടപ്പാക്കാൻ വേണ്ടി ജമാഅത്ത് ഇസ്ലാമി ഉണ്ടാക്കിയതുപോലെ ഉണ്ടായി വന്ന രൂപപ്പെട്ടു വന്ന സംഘടനയല്ലേ ഇത്. സലഫി സമൂഹം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ഘട്ടം ഘട്ടമായി വളർന്നു വന്ന ഒരു സമൂഹമാണ്, രൂപപ്പെട്ടു വന്ന സമൂഹമാണ്. സമൂഹത്തിന്റെ ആവശ്യം മാനിച്ചുകൊണ്ട് ഉയർന്നു വന്ന ഒരു സംഘടനയാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു നേതാവിന്റെ ബുദ്ധി തോന്നിയിട്ടുണ്ടായതല്ല. നേരത്തെ പറഞ്ഞല്ലോ, മുഹമ്മദുൽ ഖസാലിയുടെ വാക്കുപയോഗിച്ചിട്ട് പറഞ്ഞില്ലേ നിങ്ങള്, ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ കടന്നു ചെന്നിട്ട് ക്രൈസ്തവ മിഷണറിമാർ കള്ളപ്രചരണം നടത്തി കുരിശുയുദ്ധത്തിന് ശേഷം ഇസ്ലാമിനെതിരെ 19ാം നൂറ്റാണ്ടിൽ. ആ 19ാം നൂറ്റാണ്ടിൽ തന്നെയാണ് കമ്മ്യൂണിസം കടന്നു വന്നത്. മതത്തെ നിരാകരിച്ചുകൊണ്ട് കമ്മ്യൂണിസം കടന്നു വന്നത്. മതനിഷേധം ഫാഷനായി കാണുന്ന അവസ്ഥയുണ്ടായത് ആ 19ാം നൂറ്റാണ്ടിൽ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഉണ്ടായ നവോത്ഥാന സംരംഭങ്ങൾ, നവജാഗരണ സംരംഭങ്ങൾ, ആ സംരംഭങ്ങളുടെ ഭാഗമായി രൂപപ്പെട്ടു വന്നൊരു സമൂഹമാണ് സലഫി സമൂഹം. അള്ളാന്റെ ഖുർആൻ പറഞ്ഞു കൊടുക്കാൻ, പഠിപ്പിച്ചു കൊടുക്കാൻ. അങ്ങനെയാണ് ആഫ്രിക്കൻ കാടുകളിലേക്ക് സലഫി സമൂഹം ദേവാ സംഘങ്ങളെ പറഞ്ഞയച്ചത്, ദേവാ സംഘങ്ങളെ പറഞ്ഞു വിട്ടത്. ക്രൈസ്തവൽക്കരിക്കപ്പെട്ടിരുന്ന ആഫ്രിക്കൻ കാടുകളിലേക്ക് ഇസ്ലാമിന്റെ സത്യസന്ദേശവുമായി ഈ ദേവാ സംഘം കടന്നുപോയത്. ആ മാറ്റം എന്ന് പറഞ്ഞാൽ കൃത്യമായി അതേ അടിസ്ഥാനപരമായി സമൂഹം ആവശ്യപ്പെട്ടുണ്ടായ മാറ്റാണ്. ഇ കെ മൗലവി, MCC മൗലവി ആ കാലയളവിൽ കിതാബുൽ അവൽ ഫിൽ അമലിയാത്ത് അവർ തയ്യാറാക്കിയിട്ടുണ്ട്, പാഠ്യപദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. ഷാഫി ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ. എന്നാൽ അതിലൊരു മാറ്റം വരുത്തി പിന്നീട്, അല്ലേ? പിന്നീട് മാറ്റമുണ്ടാക്കി. എങ്ങനെ മാറ്റം ഉണ്ടാക്കിയത്? എങ്ങനെയാ മാറ്റമുണ്ടായത്? അതല്ല ഹദീസുകളിൽ നിന്ന് ഖുനൂത്ത് സുന്നത്താണ് എന്നല്ല കിട്ടുന്നത് എന്ന് മനസ്സിലായപ്പോൾ കൃത്യമായി ആ സുന്നത്ത് അഥവാ ഖുനൂത്ത് ഉപേക്ഷിക്കുക എന്ന സുന്നത്ത്, ആ സുന്നത്ത് ഞങ്ങൾ സ്വീകരിച്ചു. ആ സുന്നത്ത് ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് സ്വീകരിച്ചത്. ആ മാറ്റം ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് സ്വീകരിച്ചത്. ഇത് വെറുതെ പറയല്ല. ഞാൻ ഒരു കാര്യം മാത്രം എന്റെ വിനീതനായ സദറുദ്ദീൻ മൗലവിയോട് സൂചിപ്പിക്കാണ്. നിങ്ങൾ ഖുനൂത്തിനെ പറ്റിയൊന്നും ചർച്ചയില്ല എന്ന് പറഞ്ഞെങ്കിലും ഇത് പ്രബോധന. ഈ പ്രബോധനം, ആ പ്രബോധനത്തിൽ ചോദ്യം എന്താ? സുബഹിലെ ഖുനൂത്ത്. ഈ സുബഹിലെ ഖുനൂത്തിനെ സംബന്ധിച്ച് ചോദ്യം എന്താ? സുബഹി നമസ്കാരത്തിൽ ഖുനൂത്ത് സുന്നത്താണെന്നും അല്ലെന്നും തർക്കമുണ്ടല്ലോ. സുന്നത്തല്ല എന്ന പക്ഷമാണ് ശരിയെങ്കിൽ ഖുനൂത്ത് ചെല്ലുക പോലെ നമസ്കാരം അസാധുവാകുമോ? തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ നിലപാട് ഏതാണ്? ചോദ്യമാണ്. അതിന് ഹദീസ് ഉദ്ധരിച്ച മറുപടി പറഞ്ഞത് ഖുനൂത്ത് സുന്നത്തില്ല എന്ന് മാത്രമല്ല, ഹദീസ് കൊടുത്ത് പറയുന്നത് ഐ ബുനയ്യ മുഹ്ദസുൻ, ഇല്ല കുഞ്ഞെ, അത് പുതുതായി ഉണ്ടാക്കപ്പെട്ടതാണ്. ഇത് പ്രബോധനാണ് എന്ന് മാത്രമല്ല. നിങ്ങൾ കേട്ടോളൂ, ഷാഫികൾ ഖുനൂത്ത് ഓതാൻ വേണ്ടി ഉദ്ധരിക്കുന്ന ഹദീസ് അതിനെ ഉദ്ധരിച്ചിട്ട് പറയാണ്. പക്ഷേ സൂക്ഷ്മ വിചിന്തനത്തിൽ ഷാഫികൾ ഉന്നയിക്കുന്ന ഈ രണ്ട് തെളിവുകളും തുലോം ബാലിശങ്ങളാണ് എന്ന് കാണാം. ഖുനൂത്ത് ഓതണം എന്ന് പറയുന്ന ഹദീസ് ബാലിശമാണ്. മാത്രമല്ല, സഹാബികള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലം മുഴുവൻ അനുഷ്ഠിച്ച ഒരു കർമ്മം അവിടുത്തെ തൊട്ടടുത്ത ശിഷ്യന്മാർ തീരെ ഉപേക്ഷിച്ച് കളയുക എന്നത് ഏറെക്കുറെ അചിന്തമാണ്. കാരണം സഹാബികളും ഖുനൂത്ത് ഓതിയിരുന്നില്ല. ഇത് വളരെ വ്യക്തമായി പ്രബോധനത്തിൽ വരികയാണ്, രേഖപ്പെടുത്തുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം. മാത്രമല്ല, ഈ കിതാബുൽ അവൽ ഫിൽ അമലിയാത്ത് എന്ന് പറയുന്ന പുസ്തകം
ഐക്യസംഘം ഉണ്ടാകുന്നതിന് മുമ്പ് ചാലകത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായ മദ്രസ പ്രസ്ഥാനം, ആ പ്രസ്ഥാനം തുടങ്ങിയ കാലത്ത് അതിലേക്ക് വേണ്ടി രചിച്ച പാഠപുസ്തകവുമാണ്. അപ്പോ വളരെ വ്യക്തമാണ് മാന്യ സഹോദരങ്ങള്, ഈ മനുഷ്യൻ ഈ കിതാബുൽ അവ്വൽ ഫിൽ അമലിയാത്ത് എടുത്തിട്ട് ഞങ്ങളോട് മറുപടി പറയാൻ വരെന്ന് പറഞ്ഞാൽ ഇതൊക്കെ നാട്ടിലെ നാലാംകിട മുസ്ലിയാക്കന്മാര് പറയുകയും ഞങ്ങളത് വിശദീകരിക്കുകയും മറുപടി പറയുകയും ചെയ്ത കാര്യമാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം സുന്നത്താണെന്ന് പറഞ്ഞാൽ അത് നിങ്ങളും ഞങ്ങളും തമ്മിൽ വ്യത്യാസം എന്നറിയോ? ഒരു കാര്യം സുന്നത്താണ്, ഇന്നതാണ് സുന്നത്ത് എന്ന് കണ്ടാലും ഞങ്ങൾ അതിനെതിരെ എത്ര നൂറ്റാണ്ട് ചെയ്തെന്ന് പറഞ്ഞാലും ഞങ്ങൾ മാറ്റിവെക്കും.